വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിനിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا. صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, യുവ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പഠന സംഗമം പടച്ച തമ്പുരാന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി, അമലു സ്വാലിഹാത്തായി സർവശക്തനായ നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. സൂറ അൻ-നിസായിലെ ആദ്യ 2 സൂക്തങ്ങളാണ് മുഖദ്ദിമയിൽ അഥവാ ആമുഖത്തിൽ ഓതി വെച്ചത്. സൂറ ആലിംറാനിന്റെ പഠനം കഴിഞ്ഞ ശേഷമാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് നാം സൂറത്തുൻ നിസാ തുടങ്ങി വെച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 4ാമത് അധ്യായമാണ് നമുക്കറിയാവുന്നത് പോലെ സൂറ അൻ-നിസാ. 4ാമത് അധ്യായം എന്നതിൻ്റെ അർത്ഥം 4ാമത് അവതരിച്ച സൂറ എന്നല്ല എന്ന് മുഫസ്സിരിങ്ങൾ പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ളത് ക്രോഡീകൃതമായ വിശുദ്ധ ഖുർആനാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂക്തങ്ങളിൽ തുടങ്ങി ക്രമപ്രവൃത്തമായി അവതീർണമായ 23 കൊല്ലക്കാലം കൊണ്ട് പൂർത്തിയായ ഒന്നാണ് വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ. അതിൻ്റെ അവതരിച്ച ക്രമത്തിലല്ല അതിൻ്റെ ക്രോഡീകരണം. അവതരണം ആ കാലഘട്ടം അനുസരിച്ചും അവർക്കിടയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ സംബന്ധിയായും ഇസ്ലാമിക ആദർശം സ്വീകരിച്ച ഒരു സമൂഹം മക്കയിൽ ഒരു കൊച്ചു സംഘമായി പ്രവർത്തിച്ചു തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അവരുടെ മുമ്പിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ആ കാലഘട്ടത്തിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ആദ്യ അഭിസംബോധിതരായ മക്കക്കാരോടും സമൂഹത്തോടും പറയേണ്ടുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾ, ആ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതിന് ഉപോത്ഫലകമായി അല്ലെങ്കിൽ അതിന് ബലപ്പെടുത്തി ഖുർആൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയമായ വസ്തുതകൾ, ചരിത്രപരമായ വസ്തുതകൾ, സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ രീതിയിലുള്ള ഉള്ളടക്കങ്ങളോട് കൂടിയാണ് മക്കയിലെ 13 കൊല്ലക്കാലം വിശുദ്ധ ഖുർആൻ അവതീർണമായത്. അത് ഓരോ അധ്യായമായി ഇങ്ങനെ ക്രമത്തിലായിരുന്നില്ല. ശേഷം 10 കൊല്ലം മദീനയിൽ ജീവിക്കുമ്പോൾ 13 കൊല്ലം മക്കയിൽ ഏതൊരു ആദർശ അടിത്തറയിൽ നിന്നുകൊണ്ടാണോ സമൂഹത്തോട് സംസാരിച്ചത്, ആ ആദർശ അടിത്തറയിൽ ഒരു സമൂഹത്തെ, ആ സമൂഹത്തിൻ്റെ മുഴുവൻ ജീവിത വശങ്ങളെയും, വ്യക്തിയുടെ സ്വകാര്യത മുതൽ കുടുംബം, സമൂഹം, രാഷ്ട്രം, രാഷ്ട്രാന്തരീയം വരെ, യുദ്ധവും സന്ധിയും ഉൾപ്പെടെയുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന അതിൻ്റെ വിശാല തരത്തിലുള്ള നിയമങ്ങൾ, ശിർഅത്തൻ വ മിൻഹാജ, ശരീഅത്തുകളും നിയമ നടപടിക്രമങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വിശദാംശങ്ങൾ, അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടായി വരുന്ന വിഷയങ്ങളെയും അനുബന്ധമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു അവതരണ രീതിയാണ് ഖുർആനിനുള്ളത്. പക്ഷെ ഓരോ ആയത്തുകളും അല്ലെങ്കിൽ ഏതാനും ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറയുടെ ആദ്യ ഭാഗം അല്ലെങ്കിൽ ഒരു സൂറയുടെ ഇടക്കുള്ള ഒരു ഭാഗം അത് അവതരിക്കുന്ന മുറക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായ നിർദ്ദേശം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന നൽകുമായിരുന്നു. ഇന്ന ആയത്തുകൾ ഇന്ന സൂറയിൽ, ഇന്നിടത്ത് ഒരു സൂറ അവസാനിക്കുന്നു, ഇന്നിടത്ത് ബിസ്മി കൊണ്ട് വേർതിരിച്ച് തുടങ്ങുന്നു. അങ്ങനെ കൃത്യമായ ക്രോഡീകരണവും അതിൻ്റെ ഒപ്പം നടന്നതാണ്. അവതരണവും ക്രോഡീകരണവും വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനാനുസാരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ മേൽനോട്ടം വഹിച്ചുകൊണ്ട് നിർവഹിച്ച വളരെ വ്യവസ്ഥാപിതമായ അള്ളാഹുവിൻ്റെ കലാം മാത്രമുള്ള അതിൻ്റെ തുടക്കവും ഒടുക്കവും അതിൻ്റെ ക്രമവും എല്ലാം അവതരണത്തിൻ്റെ ക്രമം ഒന്ന് വേറെയാണെങ്കിലും ക്രമീകരണം അള്ളാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശാനുസാരം നടന്ന ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ നാലാമത് അധ്യായം എന്ന് പറയുമ്പോൾ നാലാമത് അവതീർണമായ അധ്യായം എന്നീ പറഞ്ഞ അർത്ഥമില്ല. അതിന്റെ ക്രോഡീകരണത്തിൽ സൂറത്തുൽ ഫാത്തിഹ 1, സൂറ അൽ ബഖറ 2, സൂറ ആൽ ഇംറാൻ 3, സൂറ അൻ-നിസാ 4, ഇങ്ങനെ ക്രമത്തിൽ വരുമ്പോൾ അതിന്റെ ക്രോഡീകരണത്തിൽ നാലാമത് അധ്യായമായിട്ടാണ് ഈ സൂറ അൻ-നിസാ ഉള്ളത്. 176 ആയാത്തുകൾ ഈ അധ്യായത്തിലുണ്ട്. മദീനയിലാണ് ഈ സൂറ അവതീർണമായത്. മദനീ സൂറകളുടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ അൽ ബഖറ ആൽ ഇംറാൻ സൂറകളെ കുറിച്ച് വിശദീകരിച്ച സമയത്ത് ഓർമ്മപ്പെടുത്തിയത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിലുണ്ടാവും. മദനീ സൂറ മക്കീ സൂറിൽ നിന്ന് വ്യത്യസ്തമായ ഉള്ളടക്കമാണ് ഉണ്ടാവുക. മക്കയിൽ അവതീർണമായ സൂറകളിൽ വിശ്വാസം ഉറപ്പിക്കുന്ന അഥവാ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നിത്യാദി ഇസ്ലാമിന്റെ ആദർശ അടിത്തറകളെ ഉറപ്പിക്കുന്ന വർത്തമാനങ്ങൾ, ആയാത്തുകൾ, അതിന്റെ ഉപോത്ബലകമായ തെളിവുകൾ, വസ്തുതകൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യമായ പ്രപഞ്ചത്തിലെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അതാണ് സയൻസും ശാസ്ത്രവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന വശങ്ങൾ. ഇങ്ങനെയുള്ള ഒരു അവതരണമാണ് അതിനുള്ളത് എങ്കിൽ മദീനയിലെ സൂറയിൽ ഒരു സമൂഹം വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രഘടനയിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന വിഷയങ്ങൾ, സമുദായം എന്ന നിലക്ക് സമുദായത്തിനകത്തുള്ള വിഷയങ്ങൾ, അവരുടെ സംസ്കരണം, തർബിയത്ത്, തസ്കിയ, അവർക്കിടയിൽ ഉണ്ടായി വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുടുംബം, അവരുടെ അനന്തരാവകാശ കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, സാമൂഹ്യ ബന്ധങ്ങൾ, സ്വഭാവ സംസ്കരണങ്ങൾ, ധർമ്മമാർഗത്തിൽ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. ഒപ്പം സമുദായത്തിനപ്പുറത്തൊരു സമൂഹം ഉണ്ടാകും. മദീനയിലാകുമ്പോൾ അഹ്ലി കിതാബുകാരുണ്ട്, യഹൂദരും നസ്രാനികളും വലിയൊരു വിഭാഗമുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ. ഒപ്പം ഒരു രാഷ്ട്രം എന്ന നിലക്ക് നിലനിൽക്കുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിനകത്ത് നീതി നിർവഹണം, അതിനകത്ത് വിഭവങ്ങളുടെ പങ്കുവെപ്പ്, അതിനകത്ത് ജീവിക്കുന്ന ആളുകളുമായുള്ള ബന്ധങ്ങൾ, രാഷ്ട്രത്തിന്റെ അയൽപ്പക്ക രാഷ്ട്രങ്ങളുമായുള്ള പ്രശ്നങ്ങൾ, അതിനകത്ത് ഉണ്ടായി വരുന്ന ആഭ്യന്തര വിഷയങ്ങൾ, ഇതര രാഷ്ട്രങ്ങളുമായി അല്ലെങ്കിൽ വൈദേശിക ആക്രമണങ്ങൾ, അത്തരം വിഷയത്തിൽ യുദ്ധം, സന്ധി തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ വരാം. ഇങ്ങനെ എല്ലാം ഉൾച്ചേരുന്ന വല്ലാത്ത ഒരു ഉള്ളടക്കമായിരിക്കും മദനീ സൂറകൾക്കുണ്ടാവുക. അതാണ് മക്കീ മദനീ സൂറകൾ അതിന്റെ ഉള്ളടക്കം വെച്ചുകൊണ്ടും ഇറങ്ങിയ കാലം വെച്ചുകൊണ്ടുമൊക്കെയുള്ള ഒരു പരിഗണനയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനുള്ള കാരണം. ഇത് സൂറ അൻ-നിസാ മദനീ സൂറയാണ്, മദീനയിൽ അവതീർണമായ സൂറയാണ്. ഈ അധ്യായം സൂറ ആൽ ഇംറാനിന് ശേഷം നാലാമത് അധ്യായമായി സൂറ അൻ-നിസായിനെ ക്രോഡീകരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹു ക്രമീകരിച്ചു കൊടുക്കാൻ ചില ന്യായങ്ങൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അതിൽ അവർ പറയുന്ന ഒരു പ്രധാന ന്യായം, ഹിജ്റ 3-ാം വർഷത്തിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിന്റെ 2-ാമത് വർഷമാണ് ബദർ നടന്നത്. ബദർ യുദ്ധം ഹിജ്റ 3-ാം വർഷത്തിലാണ് ഉഹദ് യുദ്ധം നടന്നത്. ഉഹദ് യുദ്ധത്തിന്റെ തൊട്ട് മുമ്പും ഉഹദ് യുദ്ധ ശേഷവുമാണ് സൂറ ആൽ ഇംറാൻ അവതരിച്ചത്. നമ്മൾ പഠിച്ച സൂറയിൽ ഉഹദ് യുദ്ധമായിരുന്നു മുഖ്യ പ്രമേയം. ഒരു ഘട്ടം വരുമ്പോൾ നല്ലൊരു ഭാഗം ആയാത്തുകൾ ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണെന്ന് ഈ ഖുർആൻ ദർസിൽ നാം പഠിച്ച് മനസ്സിലാക്കി. അപ്പൊ ഉഹദ് യുദ്ധത്തിന് മുമ്പും ഉഹദ് യുദ്ധത്തിന് ശേഷവുമായിരുന്നു സൂറ ആൽ ഇംറാന്റെ അവതരണം. എന്നാൽ അത് കഴിഞ്ഞ് ഈ ഹിജ്റ 3-ാം വർഷത്തിന്റെ അവസാനം മുതൽ തുടങ്ങി ഹിജ്റ 5-ാം വർഷത്തിന്റെ ആരംഭം വരെയുള്ള ഒരു കാലയളവിലാണ് ഈ സൂറ അൻ-നിസാ അവതരിച്ചത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉഹദ് യുദ്ധം കഴിഞ്ഞ ശേഷവും സൂറ ആൽ ഇംറാന്റെ അവതരണം അതിന്റെ വിശകലനമായി വന്നു. ഉഹദ് യുദ്ധത്തിന്റെ വിശകലനമായി വന്നു. വിശ്വാസികളുടെ ശക്തി ദൗർബല്യങ്ങൾ എടുത്തു പറഞ്ഞു, യഹൂദരുടെ വൃത്തികേടുകൾ പറഞ്ഞു, മുനാഫിക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് വന്ന് അവസാനിച്ച ശേഷം അത് ഏറെക്കുറെ ഹിജ്റ 3-ാം വർഷത്തിന്റെ അവസാനത്തോടുകൂടി സൂറ ആൽ ഇംറാന്റെ അവതരണം പൂർത്തിയായ ശേഷം ഹിജ്റ 3-ാം വർഷത്തിന്റെ അവസാനം തുടങ്ങി ഹിജ്റ 4-ാം വർഷവും ഹിജ്റ 5-ാം വർഷത്തിന്റെ ആരംഭവും ഉൾക്കൊള്ളുന്ന ഒരു ഏകദേശം 1.5-2 വർഷക്കാലം, ആ കാലയളവിലാണ് സൂറത്തുൻ നിസാ അവതരിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് അവതരിച്ചത്. നല്ലൊരു സമയം എടുത്തിട്ടുണ്ട്.
ഒന്നിച്ച് ഇറങ്ങിയതല്ല, ഘട്ടം ഘട്ടമായിട്ട് അവതരിച്ചതാണ്. ഇതാണ് സൂറ അന്നിസായിന്റെ കാലഘടന. അതുകൊണ്ട് സൂറ ആലിമ്രാനുമായിട്ട് ഇതിന് ആ നിലക്കൊരു ബന്ധമുണ്ട്. കാരണം കാലത്തിലൊരു തുടർച്ചയുണ്ട്, ഒന്ന്. രണ്ടാമതായി വിഷയങ്ങളിലും അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മുഫസ്സിരീങ്ങൾ ഉന്നയിച്ച ഒരു ന്യായം, ഈ സൂറ ആലിമ്രാന്റെ അവസാന ഭാഗത്ത് വിശ്വാസികളോടൊരു ആഹ്വാനമുണ്ട്. ഒറ്റ ആയത്ത്, അവസാനത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. സൂറ ആലിമ്രാന്റെ അവസാന സൂക്തം അതാ. ആ സൂക്തത്തിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന തഖ്വ ഉൾക്കൊള്ളാനുള്ള ആഹ്വാനത്തിലാണ് ഈ സൂറ അവസാനിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ഈ മാർഗത്തിൽ സഹനത്തോടെ ക്ഷമയോടെ പിടിച്ചു നിൽക്കുക. വസാബിറു, ഇസ്ലാമിന്റെ മാർഗത്തിൽ എതിരാളികളെ ഭാഗത്തുണ്ടാകുന്ന ആക്രമണത്തിന് മുമ്പിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുക. വറാബിത്തു, നിങ്ങൾ ഈ ധർമ്മസമര മാർഗത്തിൽ കരുത്തരായി മുന്നേറുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കുമെന്നാണ് സൂറ ആലിമ്രാന്റെ അവസാനത്തെ ആഹ്വാനം. അവസാന ആയത്ത് അങ്ങനെയാണ്. അത് വിശ്വാസികളോട് തഖ്വ കൈക്കൊള്ളാൻ ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ സൂറ അന്നിസായിന്റെ ആദ്യ ആയത്ത് മാലോകരോട് മൊത്തത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്നു, വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നു. സൂറ ആലിമ്രാന്റെ അവസാന ഭാഗത്ത് ആയത്ത്. സൂറ അന്നിസായിന്റെ ആദ്യ സൂക്തം, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ കൽപ്പനാശാസനകൾക്ക് നിങ്ങൾ വിധേയപ്പെടുവിൻ. ഇത്തഖൂ, നിങ്ങൾ വിധിവിലക്കുകൾ പാലിക്കുവിൻ, തഖ്വയുള്ളവരായി മാറുവിൻ. റബ്ബക്കും, നിങ്ങളുടെ നാഥനിൽ നിങ്ങൾ തഖ്വയുള്ളവരാകുവിൻ, നാഥന്റെ വിധിവിലക്കുകളെ പാലിക്കുവിൻ. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരു ആത്മാവിൽ നിന്നാണ് അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് തുടങ്ങുന്ന ഈ ആയത്തിൽ നേരത്തെ സൂറ ആലിമ്രാൻ അവസാനിക്കുമ്പോൾ വിശ്വാസി സമൂഹത്തോട് തഖ്വ കൈകൊണ്ടുകൊണ്ട് ജീവിക്കാൻ ആഹ്വാനം ചെയ്തതിന് ശേഷം അവരിൽ നിന്ന് അപ്പുറത്തേക്ക് മാലോകരോട്, പൊതുസമൂഹത്തോട്, വിശ്വാസികൾക്കപ്പുറത്തുള്ള വിശ്വാസികളുടെ അഭിസംബോധിതരോട് തഖ്വ കൈക്കൊള്ളാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് സൂറ ആലിമ്രാനു ശേഷം സൂറ അന്നിസാ തന്നെയാണ് ക്രമത്തിൽ വരേണ്ടത്. അതാണ് ഇതിന്റെ ന്യായം. അപ്പൊ ഒന്ന് കാലവുമായി ബന്ധപ്പെട്ട ഒരു ന്യായം മുഫസ്സിരീങ്ങൾ പറഞ്ഞു. കാരണം ഹിജ്റ 3-ാം വർഷത്തിലാണ് ഉഹദ് യുദ്ധം സംഭവിച്ചത്. ഉഹദ് യുദ്ധത്തിന് മുമ്പും ശേഷവുമാണ് സൂറ ആലിമ്രാന്റെ അവതരണം. ഹിജ്റ 3-ാം വർഷം അവസാനത്തിൽ തുടങ്ങി 4-ാം വർഷവും കഴിഞ്ഞ് 5-ാം വർഷത്തിന്റെ ആരംഭം വരെയുള്ള കാലയളവിലാണ് ഈ സൂറ അവതരിച്ചത്. അപ്പോ സൂറ ആലിമ്രാന് ശേഷം കാലഗണന വെച്ച് സൂറ അന്നിസാ. അപ്പൊ ക്രമം ശരിയാണ്. രണ്ടാമതായി ഉള്ളടക്കത്തിലും അങ്ങനെ ഒരു ലിങ്കിങ്, ഒരു ശൃംഖലനം, ഒരു ബന്ധമുണ്ട്. അവസാനത്തിൽ വിശ്വാസികളോട് തഖ്വ കൈക്കൊള്ളാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ സൂറയുടെ ആരംഭത്തിൽ വിശ്വാസികൾക്കപ്പുറത്താണ് ഇസ്ലാമിന്റെ സന്ദേശം പോകേണ്ടത്, അവരോട് മാനവരോട് തഖ്വ കൈക്കൊള്ളാൻ ആവശ്യപ്പെടുന്നു. ആ നിലക്കും ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇതിന്റെ ക്രമം ശരിയാണ്. സൂറ ആലിമ്രാൻ, സൂറ അന്നിസാ, ആ നിലക്കാണ് 4-ാമത് അധ്യായമായി സൂറ അന്നിസായിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അന്നിസാ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്ത്രീകൾ എന്നാണ്. സ്ത്രീകൾക്ക് കൊടുത്ത ഒരു അംഗീകാരമായിട്ടാണ് മുഫസ്സിരീങ്ങൾ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉൾപ്പെടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കാരണം ഖുർആനിൽ എവിടെയും ഒരു അധ്യായത്തിന്റെ പേരിൽ റജുല്, റിജാൽ, പുരുഷന്മാർ എന്നിങ്ങനെയുള്ള ഒരു തലക്കെട്ടുമില്ല. എന്നാൽ അന്നിസാ, സ്ത്രീകൾ എന്ന ഒരു തലക്കെട്ടുണ്ട്. അപ്പൊ ഇത് സ്ത്രീകൾക്കുള്ളൊരു അംഗീകാരമായിട്ടാണ്. വിശുദ്ധ ഖുർആൻ ഒരു സ്ത്രീയുടെ പേരാണ് എടുത്തു പറഞ്ഞ കാര്യം നമ്മൾ മുമ്പൊരിക്കൽ ക്ലാസ്സിൽ ചർച്ച, സൂറ മറിയം ബി റളിയല്ലാഹു തആല അൻഹ. അത് അവരുടെ പേരിൽ തന്നെ ഒരു അധ്യായം. എന്നാൽ സ്ത്രീകളെ മൊത്തത്തിൽ ആദരിച്ചുകൊണ്ട് അന്നിസാ, സ്ത്രീകൾ എന്ന ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നു. ആ നിലക്ക് സ്ത്രീകൾക്കുള്ള അംഗീകാരമാണ്. ഇങ്ങനെ ഒരു തലക്കെട്ട് വരാനുള്ള ന്യായം മുഫസ്സിരീങ്ങൾ അതിന്റെ വിശകലനത്തിൽ ആ അധ്യായത്തിലെ ഉള്ളടക്കത്തെ പഠിച്ചുകൊണ്ട് പറയുന്നത് ധാരാളം ഉപദേശങ്ങളും നിയമങ്ങളും സ്ത്രീകളുമായി ബന്ധപ്പെട്ട അധ്യായത്തിലുണ്ട് എന്നാണ്. അതുകൊണ്ട് അവർ ഈ അധ്യായത്തിന് അന്നിസാഉൽ കുബ്ര, സൂറത്തു നിസാഇനെ അന്നിസാഉൽ കുബ്ര, സ്ത്രീകളുടെ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഏറ്റവും വലിയ അധ്യായം എന്ന അർത്ഥത്തിൽ ഒരു പേര് കൊടുത്തിരിക്കുന്നു. സ്ത്രീകളുടെ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഏറ്റവും ചെറിയ അധ്യായമായിട്ട് മുഫസ്സിരീങ്ങൾ നിർണയിച്ചത് സൂറ അത്വലാഖ്, വിവാഹമോചനം എന്ന ഒരു തലക്കെട്ടിൽ ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. അതിനെ അന്നിസാഉൽ കുസ്ര, സ്ത്രീകളുടെ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഏറ്റവും ചെറിയ അധ്യായം എന്നും
തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഖുർആനിന്റെ വിശദമായ പഠനത്തിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാനും അതിന്റെ വിജ്ഞാനീയങ്ങളായി നമ്മുടെ പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്ന വിഷയമാണ്. ഇപ്പൊ സൂറത്തുൻ നിസാ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു അധ്യായമാണ്. അതവർക്കുള്ള ആദരവാണ്, അവരെ ആദരിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ്. അത്രയും ആദരവും ബഹുമാനവും സ്ത്രീകൾക്ക് ഇസ്ലാം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ തുടർച്ചയിൽ അവരുടെ വിഷയങ്ങൾ നല്ല അളവിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അധ്യായത്തെ അന്നിസാഉൽ കുബ്ര, സ്ത്രീകളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ അധ്യായം എന്ന പേരിലും, സ്ത്രീ വിഷയങ്ങൾ വിവാഹവും വൈവാഹിക നിയമങ്ങളും അതിന്റെ വിവാഹമോചനമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന സൂറ അത്വലാഖ്, അത് സ്ത്രീകളുടെ വിഷയങ്ങൾ കൈകാര്യം അന്നിസാഉൽ കുസ്ര, ഹ്രസ്വമായ ചുരുങ്ങിയ സ്ത്രീകളുടെ വിഷയം കൈകാര്യം അധ്യായം എന്ന നിലക്കും അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനിടയിൽ സ്ത്രീ വിഷയങ്ങൾ കൈകാര്യം വേറെയും അധ്യായങ്ങളുണ്ട്. കാര്യമായ പ്രതിപാദനമുള്ളത് സൂറ അൽ മാഇദ, സൂറ അൽ അഹ്സാബ്, സൂറ അൽ മുംതഹിന, സൂറ അൽ മുജാദല. ഇതിലൊക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവരുടെ ജീവിതവും അവരുമായി ബന്ധപ്പെട്ട കുടുംബ വിഷയങ്ങളും അവരുടെ സ്വത്തവകാശവും അങ്ങനെയുള്ള കാര്യങ്ങളും സ്വഭാവ പെരുമാറ്റങ്ങളും അവരുടെ സദാചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഈ അർത്ഥത്തിൽ ഈ അധ്യായത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. സ്ത്രീകളെ ആദരിക്കുന്ന തലക്കെട്ടുള്ള അധ്യായമാണ്. അവരുടെ വിഷയങ്ങൾക്ക് കാര്യമായ ഊന്നലും പ്രതിപാദനവും ഉണ്ട്. പ്രവാചകനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിം സമൂഹവും അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ സൂറത്തിന്റെ ഉള്ളടക്കമായി വരുന്നുണ്ട്. ഒരു മുസ്ലിം സമൂഹം ലൈവായി നിലകൊള്ളുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ വിഷയത്തിന്റെ ഉള്ളടക്കമായിട്ട് വരുന്നുണ്ട്. പ്രധാനമായ ഉള്ളടക്കങ്ങളെ മൂന്നായി തിരിക്കാമെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്തെ പ്രതിപാദനങ്ങൾ, അതിലൊരു വിഷയം മദീനയിൽ നിലവിലുള്ള ഒരു ഇസ്ലാമിക സമൂഹമുണ്ട്. നമുക്കറിയാം സൂറ അൽ ബഖറ, സൂറ ആൽ ഇംറാൻ അവതരിക്കുന്ന കാലത്തൊക്കെ അത്തരം ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ നിലവിലുള്ള ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട വലിയ അളവ് നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, കൽപ്പനകൾ, ശാസനകൾ ഈ സൂറയിലുണ്ട്. അവർ നിലകൊള്ളുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ ഘടന, അതിലവർ പാലിക്കേണ്ടുന്ന മര്യാദകൾ, അവരുടെ ഒരു ഭരണം, രാഷ്ട്രമൊക്കെ രാഷ്ട്രമായ അവസ്ഥയിൽ നിലകൊള്ളുമ്പോൾ അതിന്റെ ഭരണ സംവിധാനങ്ങൾ, അതിന്റെ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമൂഹികമായ വിഷയങ്ങൾ, സാമ്പത്തികമായ വിഷയങ്ങൾ, അവിടെ നാഗരികമായി അവർക്കിടയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കേണ്ടുന്ന നാഗരിക നിയമങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ന്യായമായ രാഷ്ട്രത്തിന് ശത്രുക്കൾ ഉണ്ടാവും. പ്രത്യേകിച്ച് യുഹദ് യുദ്ധം കഴിഞ്ഞ് അതിൽ പരാജയപ്പെട്ട അവസ്ഥയിലാണ്. മറുഭാഗത്ത് ശക്തി കൂടും. അപ്പൊ അത്തരം ശത്രുക്കളുമായും പ്രതിലോമ ശക്തികളുമായുമുള്ള പ്രതിരോധങ്ങൾ, ഇടപെടൽ എങ്ങനെയായിരിക്കണം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ. അതുപോലെ അതോടൊപ്പം തന്നെ ദീനിനെ ഈ മദീനക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുക. ഈ സന്ദേശം മദീനക്കപ്പുറത്തേക്ക് പരക്കണം, സമുദായത്തിനപ്പുറത്തേക്ക് പരക്കണം, മദീനക്കപ്പുറത്തേക്ക് വ്യാപിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിന്റെ പ്രബോധനം, ആസൂത്രണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഇതിനകത്ത് വലിയ ഒരു കണ്ടന്റ് ആയിട്ടുണ്ട്. അതാണ് മുഖ്യമായ ഉള്ളടക്കം, അതാണ് ഇതിലെ മുഖ്യമായ പ്രതിപാദനം. രണ്ടാമത് പ്രതിപാദനം ഇസ്ലാം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇസ്ലാമിക സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, ഇത് ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു നാഗരിക സമൂഹ നിലക്ക്, ഒരു രാഷ്ട്രം, ഒരു സമൂഹ നിലക്ക് അവരുടെ മുമ്പിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, അതിലുള്ള ഇടപെടലുകളാണെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് രണ്ടാമത്തെ ഉള്ളടക്കം. അതാണ് മുഖ്യമായ രണ്ടാമത്തെ പ്രതിപാദനം. അഥവാ ഉഹദിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ എതിരാളികൾക്ക് ശക്തി കൂടി. കാരണം ബദറിൽ അവർ അമ്പേ പരാജയപ്പെട്ടു. അപ്പൊ അവർ തല താഴ്ത്തി പകരം വീട്ടാൻ ഉഹദിനെ അവസരമാക്കിയെടുത്തു. ഉഹദിൽ വിശ്വാസിയുടെ ദൗർബല്യം കൊണ്ട് തന്നെ പരാജയം സംഭവിച്ചു. ആദ്യത്തിൽ വിജയിച്ച വിശ്വാസികൾ പിന്നെ പരാജയപ്പെടുകയാണ് ചെയ്തത്. സൂറ ആൽ ഇംറാൻ പഠിച്ചപ്പോൾ നമുക്കത് മനസ്സിലായി. പക്ഷേ ഈ ഉഹദിലെ വിജയം ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന മുശ്രിക്കീങ്ങളായ മക്കക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ആവേശമായി. അവർ പൂർവാധിക ശക്തിയോടുകൂടി ഇസ്ലാമിനെ ദ്രോഹിക്കാൻ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ വലിയൊരു ഭീഷണി ഉണ്ടായി ഇസ്ലാമിന് മുമ്പിൽ. ഇത് വൈദേശികമായ ഭീഷണിയാണെന്ന് പറയാം. കാരണം മദീനക്ക് പുറത്തുള്ള എതിർപ്പുകളാണ് പറയുന്നത്. പുറത്താണ് അവർ ഒന്നിച്ച് കൊട്ടിഘോഷിച്ച് ഇസ്ലാമിനെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അകത്ത് പ്രശ്നങ്ങളുണ്ടായി. ആഭ്യന്തരമായി രണ്ട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു ഇസ്ലാം ഈ കാലയളവിൽ. ഒന്ന്, മുനാഫിക്കുകൾ ഒരു വലിയ ശല്യക്കാരായി മാറി. ഉഹദിൽ തന്നെ അവർ ശല്യക്കാരായിരുന്നു എന്നും യുദ്ധത്തിന് പോകുന്ന വഴിക്ക് 1000-ഓളം സൈന്യവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ 300-ഓളം ആളുകളെയും പിന്തിരിപ്പിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ തിരിച്ചു പോയല്ലോ. അവിടെ മുതൽ പ്രശ്നം തുടങ്ങുന്നുണ്ട്. മുനാഫിക്കുകൾ എന്ന ഒരു സംഗതി പ്രത്യക്ഷത്തിൽ തന്നെ ഒരു ഭീഷണിയായിട്ട് വരികയായിരുന്നു അവിടെ. ഈ മുനാഫിക്കുകൾ അവർ കുറച്ചുകൂടി കരുത്താർജിച്ചു. വിശ്വാസ ദൗർബല്യമുള്ള കുറെ മുസ്ലിമീങ്ങൾ അവർക്ക് കൂടെ കിട്ടി. അവരൊരു ഫാക്ടറായിട്ട് ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഒരു പ്രശ്നക്കാരായിട്ട് അതിനകത്ത് ഉണ്ടായി വന്നു.
അവരുടെ വർത്തമാനത്തിലും അവരുണ്ടാക്കുന്ന വസ്വാസിലും പെട്ട് കുറച്ച് ആളുകളൊക്കെ അവരുടെ കൂടെ കൂടാനും ഇടയായി. അവരാണെങ്കിൽ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചു. തിരുനബിക്കെതിരെ, സഹാബത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആയിഷ ബീവിക്കെതിരെ വരെ വ്യഭിചാര ആരോപണം വരെ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ സൂറത്തുൻ നാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉന്നയിച്ചത് കത്തിച്ച് എങ്ങനെയൊക്കെ ഇസ്ലാമിനെ അടിക്കാമോ അതിലൊക്കെ അവർ പങ്കാളികളായി. അപ്പോൾ വ്യഭിചാര ആരോപണം ഉന്നയിക്കുക, വിശ്വാസികൾക്കെതിരെ വെറുതെ ആരോപണം ഉന്നയിക്കുക, റസൂലുള്ളയാകുന്ന നേതാവിനെതിരെ വെറുതെ ആരോപണം ഉന്നയിക്കുക, വിമർശനങ്ങൾ ഉന്നയിക്കുക, ഇതിലൊക്കെ ആളുകൾ അങ്ങ് പെട്ടുപോവുക. ചില ആളുകൾ അതിൽ കൊണ്ട് വീണു പോവുക, മുസ്ലിമീങ്ങളായവർ തന്നെ വീണു പോവുക. അങ്ങനെ ഇവരൊരു ശല്യക്കാരും പ്രശ്നക്കാരുമായിട്ട് ഒരു പ്രശ്നമായിട്ട് അവിടെ ഉണ്ടായി. മാത്രമല്ല, പുറത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉഹുദിൽ ജയിച്ച ആവേശത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നൊരു ശരിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവർ വെറുതെ വ്യാജ വർത്തമാനങ്ങൾ പറയാം. ഭയങ്കര പ്രശ്നമാണ്, അവർ ഒന്നിച്ചു വരാൻ നിൽക്കുകയാണ്, നമുക്കിനി ഓടാൻ സ്ഥലം ഉണ്ടാവില്ല തുടങ്ങി അങ്ങനെ പറഞ്ഞ് അതിനങ്ങ് എക്സാജറേറ്റ് ചെയ്യുക, അതിശയോക്തിപരമായി അവതരിപ്പിക്കുക. അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ സാധാരണക്കാരുടെ മനസ്സിൽ ഭീതി പരത്തുക. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഈ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനത്തിനകത്ത് പ്രശ്നം സൃഷ്ടിക്കുന്ന കൂട്ടർ. അവർ ഏറ്റവും വലിയ ശല്യക്കാരായിട്ട് മാറും. അതൊരു മഹല്ലായിരുന്നാലും ഒരു സംഘടനയായിരുന്നാലും കുടുംബത്തിനകത്ത് പോലും പ്രശ്നങ്ങളുണ്ടാകും ഇങ്ങനെ ചില ആളുകൾ പണിയെടുത്താൽ. അപ്പോൾ അത് വലിയ ആഭ്യന്തര ഭീഷണിയായിട്ട് മാറും. അങ്ങനെ ഒരു ഭീഷണി രണ്ടാമത് ഈ ഇസ്ലാമിക സമൂഹത്തിന്, ഒന്ന് വൈദേശികമായ ഭീഷണി, രണ്ട് ആഭ്യന്തരമായി മുസ്ലിം സമുദായത്തിനകത്തുള്ളവരുടെ ഭീഷണി, മൂന്നാമതായി ഈ രാജ്യത്തിനകത്ത് തന്നെ ആഭ്യന്തര വിഷയങ്ങളുണ്ടായി. അഥവാ യഹൂദ ഗോത്രങ്ങളുമായി റസൂലുള്ളാഹി കരാറിലായിരുന്നു. ബനു ഖുറൈള, ബനു ഖൈനുഖ, ബനു മുസ്ദലിഫ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള വ്യത്യസ്തകൾ അറിയപ്പെടുന്ന ഗോത്രങ്ങൾ, ആ ഗോത്രമായിട്ട് നല്ല കരാറിലായിരുന്നു. അവരും പ്രവാചകനെ അംഗീകരിക്കാം, ഒരു സ്റ്റേറ്റ് എന്ന് കരുതി മുന്നോട്ട് പോവാം, അവിടെ ഇസ്ലാമിന്റെ ഭരണത്തെ അംഗീകരിച്ചു പോവാം, അവർക്കുടെ പേഴ്സണൽ ലോ അംഗീകരിച്ച് കിട്ടും. ഈ രീതിയിലൊക്കെ കരാറുണ്ടായി മുന്നോട്ട് ആ കരാർ ലംഘിക്കാൻ തുടങ്ങി. ഇവർ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിച്ചു. അവര് മുശ്രിക്കീങ്ങളുമായി കൂടാൻ ശ്രമിച്ചു. ഇവിടുത്തെ വിഷയങ്ങൾ അവിടെ അറിയിക്കാനും അവർക്ക് ചോർത്തി കൊടുക്കാനും ഒക്കെ ആളുകളുണ്ടായി. അങ്ങനെ അകത്ത് ഈ അർത്ഥത്തിൽ യഹൂദർ ഉൾപ്പെടെയുള്ള ഭീഷണി ഉണ്ടായി. അപ്പോൾ വൈദേശികമായ ഭീഷണിയും ആഭ്യന്തരമായ ഭീഷണിയും ഒരേ സമയം ഇസ്ലാമിക രാഷ്ട്രം നേരിട്ട ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടമായിരുന്നു ഈ ഘട്ടം, ഉഹുദിലെ പരാജയത്തിന് ശേഷമുള്ള ഈ സങ്കീർണമായ കാലയളവ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന വൈദേശിക ഭീഷണിയും ആഭ്യന്തരമായി യഹൂദ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും മുനാഫിക്കളുടെ ഭാഗത്തുനിന്ന ഭീഷണിയുമായി ബന്ധപ്പെട്ട പ്രതിപാദനങ്ങളും വിഷയങ്ങളും ഇതിൽ ഉള്ളടക്കമായി. രണ്ടാമത് ഈ അധ്യായത്തിന്റെ ഉള്ളടക്കം അതാണ്. മൂന്നാമത്തേത്, ഈ രണ്ട് വിഷയങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഈ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഉഹുദിൽ ഒരുപാട് പേർ രക്തസാക്ഷികളായി. അപ്പൊ അവരുടെ കുടുംബങ്ങളുണ്ട്, അനാഥമായ കുടുംബങ്ങൾ, അവരുടെ ഭാര്യമാർ, അവരുടെ പുനരധിവാസം, അവരുടെ കുട്ടികൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ അകത്ത് തന്നെ ഉണ്ട്. അതിന് പരിഹാരം കാണണം. മാത്രമല്ല, ഈ സമുദായത്തെക്കുള്ള കെട്ടുറപ്പോടെ കൊണ്ടുപോകണം. ഈ മുനാഫികളായ ആളുകളൊക്കെ വരയിൽ മുസ്ലിം സമുദായം പെട്ടുപോയാൽ അത് ഈ സമുദായത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും. അപ്പൊ അതിന്റെ സംസ്കരണം, അതിന്റെ കെട്ടുറപ്പ്, അതിന്റെ വ്യവസ്ഥാപിതത്വം, അതിന്റെ ആഭ്യന്തരമായ ശൈഥില്യം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ആരായാൽ, ചിന്താപരമായ ഐക്യമുണ്ടാവൽ, ഒന്നിച്ചു നിൽക്കണമല്ലോ ഒരു ടീമായിട്ട്. അപ്പൊ ചിന്താപരമായ ഐക്യം ഉണ്ടാക്കിയെടുക്കൽ, അങ്ങനെ അവർക്കിടയിൽ ഈ വിഷയവുമായി നടത്തേണ്ടുന്ന ഇസ്ലാഹിയായ പ്രവർത്തനങ്ങൾ, അവർ ഒന്നിച്ചെന്നുകൊണ്ട് സമുദായത്തിനപ്പുറത്ത് യഹൂദ നസ്രാനി വിഭാഗങ്ങളും ഔസ് ഹദർ ഗോത്രത്തിൽപ്പെട്ട ഇതര പാരമ്പര്യ സംസ്കാരക്കാരുമായ നോൺ മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കേണ്ടുന്ന ഉത്തരവാദിത്തം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു സമുദായം നിലക്ക് അവർ ഏറ്റെടുക്കേണ്ട പണികൾ, അവർക്കകത്തുള്ള വിഷയങ്ങൾ, അവരുടെ കൂടെയുള്ള വിധവകളായ സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ, ഒപ്പം അവരുടെ സംസ്കരണം, അവരുടെ ആഭ്യന്തരമായ കെട്ടുറപ്പ്, ഒരു വിഷയത്തിൽ ഒന്നിച്ച് ചിന്താപരമായി ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു രീതി സ്വീകരിക്കൽ, അതിനനുസൃതമായ ഇസ്ലാഹ് സംസ്കരണം, തസ്കിയ നടത്തൽ, ഒപ്പം അവരൊന്നിച്ച് ഈ സമയത്തും ഇങ്ങനെയൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഇസ്ലാമിന്റെ ദഅവത്ത് നടക്കണം, രാഷ്ട്രത്തിനകത്ത് നടക്കണം, പുറത്ത് നടക്കണം. അപ്പൊ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശം, ഇതെല്ലാം കൂടി ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി ഉള്ള ഒരു പശ്ചാത്തലമായിരുന്നു ഈ കാലഘട്ടം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് മൂന്നാമത് ഉള്ളടക്കം. നാലാമത്തെ ഉള്ളടക്കം, ഇതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്ത് വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ. ഈമാൻ ഉറപ്പിക്കുക,
തഖ്വ അനുസരിച്ച് ജീവിക്കുക, സ്വഭാവ പെരുമാറ്റ രീതികളെ സംസ്കരിക്കുക, ഏതവസ്ഥയിലും ധർമ്മത്തെ മുറുകെ പിടിക്കുക, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് ആർജിക്കുക, പ്രതിസന്ധികൾ മുമ്പിൽ പതറിപ്പോകാതിരിക്കുക, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കുക, കൂടുതൽ കരുത്തരാവുക, അധർമ്മത്തെ ധർമ്മം കൊണ്ട് മറികടക്കുക, അധർമ്മത്തെ അധർമ്മം കൊണ്ടല്ല, അങ്ങനെ തുടങ്ങിയ ഒരു വിശ്വാസി സമൂഹം മുറുകെ പിടിക്കേണ്ടുന്ന പാലിക്കേണ്ടുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ സാരോപദേശങ്ങളായി, കൽപ്പനകളായി, നിയമങ്ങളായി, ശരിയാ നിർദ്ദേശങ്ങളായി ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം മുസ്ലിം സമുദായത്തിന്റെ ദൗർബല്യങ്ങളെ ചികിത്സിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന വിഷയങ്ങളും അതിലുണ്ട്. അവർക്ക് പാഠമായി, ഈ മുസ്ലിം സമുദായത്തിന് പാഠമായി മുൻഗാമികളായ വേദക്കാർ, യഹൂദർ, നസ്രാനികൾ, അവർക്ക് സംഭവിച്ചു പോയ മാർഗഭ്രംശങ്ങൾ, സൂറ അൽ ബക്കറ, സൂറ ആൽ ഇംറാനെ കുറിച്ച് കുറെ കൈകാര്യം, അതിന് തുടർച്ച ഇതിലും കാണാൻ പറ്റും. അവർക്ക് സംഭവിച്ചു പോയ മാർഗഭ്രംശങ്ങളെ വിലയിരുത്തുന്നു, അത് വെച്ചുകൊണ്ട് നമുക്ക് പാഠമായി ഉന്നയിക്കുന്നു. അവർക്ക് സംഭവിച്ച വീഴ്ച നിങ്ങൾക്ക് പറ്റാൻ പാടില്ല, അവരും വേദക്കാരായിരുന്നു, അവരിലും പ്രവാചകന്മാരുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഇന്ന ദൗർബല്യങ്ങൾ ഉണ്ടായി, ആ ദൗർബല്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പാടില്ല എന്നിങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിന് സംസ്കരണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പം 4 പ്രധാന തലക്കെട്ടിൽ ഈ ഉള്ളടക്കങ്ങളെ പ്രതിപാദിക്കാമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഇത്രയും ഈ സൂറയുടെ ഒരു പ്രവേശികയായി ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഓതി വെച്ച 2 ആയത്തുകളുടെ അർത്ഥവും അതിന്റെ വിശദാംശവും നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നാഥന്റെ ശാസനകൾ നിങ്ങൾ പാലിക്കുകയും, അല്ലെങ്കിൽ ആ നാഥന് തഖ്വയുള്ളവരായി മാറുകയും, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ വഖലഖ മിൻഹാ സൗജഹ, ആ ഒരു ആത്മാവിൽ നിന്ന് അദ്ദേഹത്തിനുള്ള ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, അങ്ങനെ അവരിൽ നിന്ന് 2 പേരിൽ നിന്നുമായി, ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി, വബസ്സ മിൻഹുമാ, അവരിൽ നിന്ന് അല്ലാഹു പരത്തി വ്യാപിപ്പിച്ചു, റിജാലൻ കസീറൻ വനിസാ, ഒരുപാട് പുരുഷന്മാരെയും സ്ത്രീകളെയും. നിസാ എന്ന് സൂറത്ത് നിസാന്റെ പേര് വരുന്ന പദം തന്നെ ഈ ആദ്യ ആയത്തിലാണ്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അല്ലദീ തസാഅലൂന ബിഹി, അവനെ മുൻനിർത്തിയാണല്ലോ നിങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, അവനെ മുൻനിർത്തിയാണ് നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നത്. നേരർത്ഥം തസാഅല, പരസ്പരം ചോദിച്ചു എന്നാ ഉദ്ദേശം, അവകാശങ്ങൾ ചോദിക്കലാണ്. ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തിയാണോ നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിക്കുന്നത്, ആ അള്ളാഹുവിന് നിങ്ങൾ തഖ്വയുള്ളവരായി തീരുവിൻ. അത്തഖുല്ലാഹ്. വൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ അറ്റുപോകാതെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ മേൽനോട്ടക്കാരനാണ്, അഥവാ അല്ലാഹു നിങ്ങളെ സൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് 1-ാമത്തെ ആയത്തിന് നേർക്കുനേരെയുള്ള അർത്ഥം. ആദ്യ അഭിസംബോധന യാ അയ്യുഹന്നാസ് എന്നാണ്, മനുഷ്യരെ എന്നാണ്. സവിശേഷമായ ഒരു അഭിസംബോധനയാണ്. മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് മുഖേന വലിയ ഒരു മെസ്സേജാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. വിശ്വാസികളെ വേറെ അഭിസംബോധന ചെയ്യും, പക്ഷേ മൊത്തം കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യരെ അഭിസംബോധന ചെയ്യും. മനുഷ്യരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണം. ഖുർആനിന്റെ മുഖ്യ പ്രതിപാദനം എന്ത് എന്ന ചോദ്യത്തിനുള്ള മറുപടി മനുഷ്യൻ എന്നാണ്. മനുഷ്യനാണ് ഖുർആന്റെ മുഖ്യ പ്രതിപാദനം. എന്തിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത് ചോദിച്ചാൽ മനുഷ്യനെ കുറിച്ചാണ്. അവന്റെ ഐഹികവും പാരത്രികവുമായ മുഴു ജീവിതത്തെക്കുറിച്ചും, മനുഷ്യന്റെ തുടക്കം മുതൽ അവൻ കടന്നു വന്ന വഴികളെക്കുറിച്ചും, അത്തരം വഴികളിൽ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ വലിയ പാഠങ്ങളും, ചരിത്രത്തിൽ സംഭവിച്ച സംഭവങ്ങളും രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ട്, അങ്ങനെ മനുഷ്യന്റെ സ്വകാര്യത മുതൽ അവന്റെ സാമൂഹികതയുടെ ഉദാത്ത തലമാകുന്ന രാഷ്ട്രാന്തരീയ തലം വരെയുള്ള വശങ്ങളും എല്ലാം ഉൾച്ചേർന്ന് ഐഹികമായ ഈ ഘടനക്കപ്പുറത്ത് നമുക്കറിയാത്ത അദൃശ്യ കാര്യങ്ങളാകുന്ന മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പ്, അവന്റെ വിചാരണ, സ്വർഗം, നരകം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വിശദീകരിക്കുന്ന, എല്ലാം അതിന് അനുകൂലമായിട്ടാണ് ഉദ്ധരിക്കുന്ന തെളിവ്, ഉന്നയിക്കുന്ന ശാസ്ത്രീയ വശങ്ങൾ, ഉന്നയിക്കുന്ന ചരിത്രം, ഉപമകൾ എല്ലാം അതിന് ഉപോത്ബലകമായിട്ടാണ് വരുന്നത്. ഇതിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ മനുഷ്യന് പ്രപഞ്ചനാഥ് നൽകിയ അനുഗ്രഹങ്ങളാകുന്ന ഈ ഭൂമിയും ഈ പ്രപഞ്ചവും, ഈ ഭൂമിയിലെ സസ്യലതാദികൾ, പക്ഷിമൃഗാദികൾ, സൂക്ഷ്മജീവികൾ തുടങ്ങി എല്ലാം നമ്മൾക്ക് അറിയാത്ത അണ്ടകടാകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം മനുഷ്യൻ എന്ന ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ്. അപ്പൊ ഖുർആന്റെ മുഖ്യ പ്രതിപാദനം മനുഷ്യനാണ്. അത് നമുക്ക് ആരോടും വളരെ കൃത്യമായിട്ട് പറയാവുന്ന ഒന്നാണ്. എന്താണ് ഖുർആന്റെ ഉള്ളടക്കം? മനുഷ്യൻ. അപ്പം മനുഷ്യരെയാണ് ഖുർആൻ അഭിസംബോധന ചെയ്തത്.
അതുകൊണ്ട് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ് വിളി. മനുഷ്യൻ എന്ന ഈ നിർവചനത്തിൽപ്പെടുന്ന എല്ലാവരെയുമാണ് ഖുർആൻ വിളിക്കുന്നത്. അവിടെ ഒരു വേർതിരിവില്ല. അഥവാ മനുഷ്യനെ കാറ്റഗറൈസ് ചെയ്തിട്ടല്ല വിളിക്കുന്നത്. ഹൈന്ദവരെ, ക്രൈസ്തവരെ, മുസ്ലിമീങ്ങളെ, യഹൂദരെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ജാതി ഉപജാതികളായി ആരൊക്കെയോ തിരിച്ചു വെച്ച, അല്ലെങ്കിൽ ദേശഘടനക്കകത്ത് അവർ സംവിധാനിച്ച, ദേശരാഷ്ട്രങ്ങളായി സംവിധാനിച്ച, അല്ലെങ്കിൽ വർണ്ണത്തിന്റെ, സംസ്കാരത്തിന്റെ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച അത്തരം ഒരു ക്രമീകരണങ്ങൾ ഇസ്ലാം മുമ്പിൽ കാണുന്നേ ഇല്ല. കാരണം അതൊന്നും മുഖ്യ വിഷയമല്ല. അതെല്ലാം നമുക്കുള്ള വൈവിധ്യങ്ങളുടെ ഭാഗമാണ്. അത് കൃത്യമായി സൂറ ഹുജറാത്തിൽ അല്ലാഹു ഇതുപോലെ ഒരു ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളെ വിവിധ വർഗങ്ങൾ, വർണ്ണങ്ങൾ, ദേശ, ഭാഷ, സാംസ്കാരിക പൈതൃകമുള്ളവർ എന്നിങ്ങനെയൊക്കെ വേർതിരിച്ചത് ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ഐഡന്റിറ്റിയുടെ ഭാഗം വളരെ സിമ്പിൾ ആയൊരു സംഗതിയാണത്. വെളുത്തവൻ, കറുത്തവൻ, അറബി, അനറബി, ഇന്ത്യൻ, പാകിസ്ഥാനി, പാശ്ചാത്യൻ, പൗരസ്ത്യൻ എന്നൊക്കെ പറയുമ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ള ഐഡന്റിറ്റി. ഇത് ആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്, നിങ്ങളെ തിരിച്ച് അറിയാൻ വേണ്ടിയാണ്, നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ അർത്ഥമുണ്ട് അതിന്, നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് മാത്രമേ അതിനെ കാണാവൂ. നമ്മൾ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആള്, ഇന്ന ആളുടെ മകൻ, ഇന്ന രാജ്യത്ത് ജീവിക്കുന്നവരെന്നൊക്കെ പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റിക്ക് അപ്പുറത്ത് ഇതിലൊന്നുമില്ല. ഒന്നും ഉണ്ടാവരുത്. അതാണ് ഇസ്ലാമിന്റെ ഉത്ബോധനം. അപ്പോ മനുഷ്യൻ എന്നതാണ് മുഖ്യം. മനുഷ്യൻ എന്നത് വല്ലാത്തൊരു പദമാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഈ നിർവചനത്തിനകത്ത് പെടുന്ന എല്ലാവരെയും ഇസ്ലാം ആ അർത്ഥത്തിൽ ഒന്നായി കാണുന്നു, ഒരുപോലെ ബഹുമാനിക്കുന്നു. അവരെല്ലാവരും ആദരവ് അർഹിക്കുന്നവരാണ്. അതിൽ നിറം നോക്കിയോ, ജാതി നോക്കിയോ, മതം നോക്കിയോ, ടെറിട്ടറി നോക്കിയോ ഒന്നും ഒരു വേർതിരിവും പാടില്ല. കാരണം മനുഷ്യൻ എന്നതിനെ അള്ളാഹു അങ്ങനെയാണ് കാണുന്നത്. ഒരായത്ത് നമുക്ക് പരിചയമുണ്ട്, ആവർത്തനമായി പോകുമെന്ന് എനിക്ക് ഭയമുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും ഈ ആദരവിന് അർഹരാണ്. എല്ലാം ആദമിൽ നിന്നാണല്ലോ. ഈ ആയത്തും അതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ഓതിയ സൂറ ഹുജറാത്തിലെ 13ാമത് ആയത്തും അതാണ് പ്രതിപാദനം. ഈ ആയത്തിൽ നമുക്ക് പുതുമ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ഇടക്ക് കേൾക്കുന്ന ആയത്തുകളാണ്. കാരണം ഈ വിഷയം ഒരു മുഖ്യ വിഷയമായതുകൊണ്ട്. അപ്പൊ ഇവിടെ ആ സൂചന, അതിന്റെ ആ പ്രതിപാദനത്തിന്റെ ഒരു ഊന്നൽ മേഖല മനസ്സിലാക്കുമ്പോൾ മനുഷ്യനെയാണ് അള്ളാഹു മുമ്പിൽ കാണുന്നത്. ഒന്ന്, മനുഷ്യർക്കിടയിലുള്ള ഈ വൈജാത്യങ്ങളെല്ലാം വൈവിധ്യങ്ങൾ മാത്രമാണ്. അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അതിന്റെ പേരിൽ ഒരു ഏറ്റപ്പറ്റോ കൂടുതൽ കുറവോ ആക്കത്തൂക്കമോ ഇല്ല. കൂടുതൽ പരിഗണന അറിയിക്കാത്തവർ അങ്ങനെ ഇല്ല. ഇനി മനുഷ്യനായി പിറന്ന എല്ലാവരോടും അള്ളാന്റെ സമീപനം എന്താ? വലഖദ് കറംനാ ബനി ആദം, അവരൊക്കെ അള്ളാഹ് ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യനാണോ അവനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യരായ എല്ലാവരെയും നമ്മൾ ആദരിക്കണം. കാരണം അള്ളാഹു ആദരിച്ചവരെ നമ്മൾ അനാദരിക്കാൻ പാടില്ല. നമ്മൾ വിശ്വാസികൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ് ആദരിച്ച ഒരാളെ നമ്മളെങ്ങനെ അനാദരിക്കുക? അത് അള്ളാഹിനോടുള്ള അനാദരവാവില്ലേ? അപ്പൊ നമ്മളെ അടുക്കലേക്ക് ഒരാളെ വിട്ടു എന്ന് വിചാരിക്കാം. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ സദസ്സിലുണ്ട്. ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കെ നിങ്ങളെ അടുത്തേക്ക് പ്രിൻസിപ്പൾ ഒരാളെ പറഞ്ഞയച്ചു. ഒരു സ്പെഷ്യൽ ഗസ്റ്റ്, ഹി വാണ്ട് ടു ടോക്ക് യു എന്നൊരു വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞയച്ച ആളാണ്. നിങ്ങളോട് അദ്ദേഹം അരമണിക്കൂർ സംസാരിക്കും ഇന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞു വിട്ടാല് ആ വന്ന വ്യക്തി നമുക്ക് ആരുമല്ല, നമുക്ക് മുൻപരിചയമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തെ ആരാണ് വിട്ടിരിക്കുന്നത്? സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡാണ് വിട്ടിരിക്കുന്നത്. ആ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ആ കടപ്പാടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ആദരവും ബഹുമാനം ഉണ്ടെങ്കിൽ ഈ വ്യക്തിയോടും ആദരവ് കാണിക്കണം. ഇദ്ദേഹത്തെ നമ്മൾ അപഹസിക്കുമ്പോൾ അദ്ദേഹത്തെയാണ് അപഹസിക്കുന്നത്. നമ്മുടെ ഒരു അംബാസഡർ നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ. ഈ ഇന്ത്യയുടെ ഒരു അംബാസഡറെ ഒരു രാഷ്ട്രം പുറത്താക്കിയാൽ നമ്മളെന്താ മനസ്സിലാക്കുക? ഇന്ത്യയെ അപമാനിച്ചു എന്നാ മനസ്സിലാക്കുക. അങ്ങനെയാണ്. കാരണം ഇന്ത്യ എന്നൊരു പരമാധികാര രാഷ്ട്രത്തെ അപമാനിച്ചതിന് തുല്യമായിട്ടാണ്. ഇത് പൊതുവെ നമുക്ക് വേഗം മനസ്സിലാകുമെങ്കിൽ നാം അറിയണം, മനുഷ്യരെ എല്ലാം അള്ളാഹു ആദരിച്ചിരിക്കുന്നുവെങ്കിൽ മനുഷ്യനായ ഒരാളെയും ഇകഴ്ത്താനോ നിന്ദിക്കാനോ അനാദരിക്കാനോ നമുക്ക് പാടില്ല. അവൻ ഏത് ജാതിയാവട്ടെ, മതമാവട്ടെ, രാഷ്ട്രക്കാരനാവട്ടെ. നമുക്കിന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞത്. ഇതൊരു പ്രശ്ന വിഷയമാണ്.
നമ്മൾ ഈ വിഷയത്തെ പ്രശ്നവൽക്കരിക്കണം. നമുക്കിടയിൽ നമുക്ക് പലരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അന്യജാതിക്കാരൻ, അന്യമതക്കാരൻ, അതിൽ തന്നെ ബഹുദൈവ ആരാധന എവിടെയുണ്ടോ അവിടെയൊക്കെ ജാതി വ്യവസ്ഥയുണ്ട്. എക്കാലത്തും അങ്ങനെയാണ്. ഏതേത് ക്രമത്തിൽ ബഹുദൈവ ആരാധന ഉടലെടുത്തിട്ട് അവിടെയൊക്കെ ജാതി വ്യവസ്ഥ അതിന്റെ കൂടെ പിറപ്പാം. നൂഹ് നബിയുടെ കാലം മുതൽ അത് മനസ്സിലാക്കാൻ പറ്റും, അലൈഹിസ്സലാം. കാരണം അത് ബഹുദൈവ ആരാധനക്ക് അങ്ങനെ കഴിയും. അപ്പൊ നമ്മളിപ്പോ ഈ പൊങ്കാല എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ? ശരിക്കും ഇതിൻ്റെയൊക്കെ മർമ്മം പരിശോധിച്ചാൽ ഈ ആറ്റുകാൽ അമ്മയായി വാഴ്ത്തപ്പെടുന്നതിന്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലായത് തമിഴ്നാട്ടുകാർ അവരുടെ മഹാകാവ്യത്തിലുള്ള കണ്ണകിയാണ് ആ കഥാപാത്രം. പഠിച്ചു നോക്കിയാൽ ഭയങ്കര രസമാണ്. അവിടുത്തെ ഉയർന്ന കുടുംബത്തിലെ സവർണനായ രാജാവ് കണ്ണകിയുടെ ഭർത്താവിനെ ഒരു മോഷണത്തിന്റെ പേരിൽ പിടികൂടി കൊന്നുകളയാണ്. രാജ്ഞിയുടെ കാലിലെ ചിലങ്ക നഷ്ടപ്പെട്ടു. കണ്ണകിയുടെ ചിലങ്ക വിൽക്കാൻ ഭർത്താവ് ഇതുമായിട്ട് പുറത്തിറങ്ങി. രാജഭടന്മാർ പിടികൂടി. ഈ ചിലങ്ക രാജ്ഞി ചിലങ്കയാണെന്ന ആ വർത്തമാനത്തിൽ ഇവൻ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് ശിരച്ഛേദം നടത്തി കളഞ്ഞു എന്നാണ്. അതിൽ രോഷം പൂണ്ടിട്ട് ആ നഗരത്തെ കത്തിച്ച് നശിപ്പിച്ചിട്ട് കോപക്രാന്തയായി ഓടി വന്ന സമയത്ത് ആരൊക്കെയോ അവരെ സമാധാനിപ്പിച്ച് ഭക്ഷണം കൊടുത്തു എന്നതാണ് ഈ പൊങ്കാല എടുക്കുന്നതിന്റെ ഐതിഹ്യമാണ്. അത് വിശദീകരിക്കേണ്ട ഉദ്ദേശമല്ല. പക്ഷേ അത് അവർണ വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിക്കാരുടെ ഒരു ദൈവമാണ്. അതിനെ പിന്നെ ഇവിടുത്തെ നായന്മാർ ഹൈജാക്ക് ചെയ്തതാണ്. പഠിച്ചാൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. അതൊരു ആറ്റുകാൽ സിറ്റി ആയിട്ട് വരാൻ പോവുക. ഇനി നല്ല വലിയ എമൗണ്ട് ആണ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പരസ്യവും കാര്യങ്ങളുമായിട്ട് അതിനങ്ങനെ പൊലിപ്പിച്ചെടുക്കുകയാണ്. അതൊരു ഹൈജാക്കിംഗ് ആണ്. ശരിക്കും ഈ പറയുന്ന ഈ ദേവതയായിട്ട് പിന്നീട് രംഗത്ത് വന്ന ഈ ദേവി യഥാർത്ഥത്തിൽ അത് ഇവിടുത്തെ താഴ്ന്ന ജാതിക്കാരന്റെ ദൈവമാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ജാതി വ്യവസ്ഥയുടെ ഒരു ശക്തിയും അതിന്റെ രീതിയും അതിന്റെ ഘടനയും അതിനെ പിന്നീട് മേൽജാതിക്കാർ ഹൈജാക്കി സ്വന്തമാക്കുന്നതും ഒക്കെയായ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് അതുമായി ബന്ധപ്പെട്ട കുറച്ച് വായന നടത്തേണ്ടി വന്നപ്പോൾ മനസ്സിലായ ഒരു സംഗതി പറഞ്ഞതാ. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോയതാ. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ജാതീയത, ഉച്ചനീചത്വങ്ങൾ അങ്ങനെയുണ്ട്. പല ദൈവങ്ങൾക്കും അർപ്പിക്കുന്ന നൈവേദ്യങ്ങൾ വ്യത്യസ്തമാണ്. ഉണക്കലുമീൻ നൈവേദ്യമായി അർപ്പിക്കുന്ന ദൈവങ്ങളുണ്ട്, ചാരായ നൈവേദ്യമായി അർപ്പിക്കുന്ന ദൈവങ്ങളുണ്ട്. കൊടുങ്ങല്ലൂർ പോയാൽ അവിടെ ഒരു വലിയ അമ്പലവും സംവിധാനമൊക്കെ ഉണ്ട്. അവിടെ ദൈവത്തിന് അവർ സമർപ്പിക്കുന്ന ഏറ്റവും നൈവേദ്യം തെറിപ്പാട്ടാണ്. അങ്ങനെയാണ്. അതൊക്കെ കേട്ടുന്നാലും നമ്മൾ അന്നം വിട്ടുപോകും. ഇളവൻ തൃശ്ശൂർ 5 വർഷം പണിയെടുത്തതാണ്. അങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ താഴ്ന്ന ജാതിക്കാരന് അതിനെ പറ്റുന്ന സംസ്കാരം, ഉയർന്നവൻ അതിനെ പറ്റുന്ന ഒരു രീതി, ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ജാതീയതയുടെ വല്ലാത്ത ഒരു വൃത്തികെട്ട അവസ്ഥയുണ്ട്. അതിൽ മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കുകയില്ല. ദൈവങ്ങൾക്ക് പോലും പരിഗണന കിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിഷയമേ ഇല്ല. പക്ഷെ സമൂഹത്തെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ ജാതീയതയുടെയും ഉപജാതീയതയുടെയും ഭാഗമായി സവർണൻ അവർണൻ വേർതിരിവ്, നിറത്തിന്റെ പേരിൽ വെളുത്തവൻ കറുത്തവൻ വേർതിരിവ്, ഇങ്ങനെയൊക്കെ ഉണ്ടായി വന്ന ഒരു ക്രമത്തിനകത്ത് നമ്മൾ ജീവിക്കാം. അതുകൊണ്ട് നമ്മുടെ മനസ്സും അസ്ഖ്യതയാണ്. നമുക്കും ഇപ്പോൾ വിശാലതയില്ല. ഞാനത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ വിശാലതയില്ല. ഈ വിശാലതയില്ലായ്മ കൊണ്ട് നമ്മൾ അള്ളാഹുവിന് എതിരെ പ്രവർത്തിക്കുന്നവരായി പോകുന്നു പലപ്പോഴും. കാരണം അള്ളാഹു ആദരിച്ചവരെ നമുക്ക് ആദരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ആദരിച്ചവരെ നമുക്ക് ആദരിക്കാൻ, മനുഷ്യനെ അള്ളാഹ് ആദരിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് പിറന്ന ഏതൊരാൾക്കും ആ മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരു പരിഗണന കൊടുക്കാൻ ആർക്ക് പറ്റണം? നമുക്ക് പറ്റണം. അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ അനാദരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മുടെ തന്നെ ഒരു ക്രമത്തിനകത്ത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാൾ, ആണോ പെണ്ണോ ആവട്ടെ, തെങ്ങ് കയറാൻ വരുന്ന ഒരാളാവട്ടെ, വീട് അടിച്ചു തൂക്കാൻ വരുന്ന ഒരാളാവട്ടെ, അവരുടെ പ്രായത്തെ മാനിക്കാൻ പോലും നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾ തയ്യാറാവില്ല. നമുക്കതിൽ അസ്ഖ്യത തോന്നില്ല. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ. നമ്മുടെ വിഷയം പഠിക്കുമ്പോൾ നമ്മളെ അത് എങ്ങനെ വന്ന് ബാധിക്കുന്നു പഠിക്കാതെ ഭംഗിവാക്ക് കണ്ട കാര്യമില്ലല്ലോ. ഇസ്ലാം എല്ലാവരെയും മനുഷ്യരായി കാണുന്നു, മനുഷ്യത്തെ ആദരിച്ച് ഞാൻ നിങ്ങൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു സ്ട്രാറ്റജി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണം. 10-50 വയസ്സുള്ള ഒരു പ്രായം ചെന്ന ഒരു അമുസ്ലിം സഹോദരനെ പേര് വിളിക്കുന്ന രീതി നമുക്കിടയിലുണ്ടല്ലോ. എന്ത് മാന്യന്മാർക്കാണ് ഏട്ടാന്നോ ചേട്ടാന്നോ കുട്ടി വിളിക്കാൻ തോന്നുള്ളൂ. കൊച്ചുകുട്ടികൾ വരെ എന്താ വിളിക്കുക? പേര് ചൊല്ലിയാ വിളിക്കുക. എന്താ കാരണം? അവൻ താഴ്ന്ന ജാതിക്കാരനാണ്, അന്യമതക്കാരനാണെന്നുള്ള. എന്നാൽ ഒരു സവർണനായ തമ്പ്രാൻ അങ്ങനെ വിളിക്കുവോ?
നമ്മുടെ ആളുകൾ വരെ എന്താ വിളിക്കുക? അത് തമ്പ്രാൻ കുട്ടീനെ വിളിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ തന്നെ വിവേചനം കൽപ്പിച്ചിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ച് വിവേചനത്തിനൊരു പ്രസക്തിയില്ല. തമ്പ്രാനായിരുന്നാലും നായരായിരുന്നാലും നമ്പൂതിരി ആയിരുന്നാലും ഈ പട്ടികജാതി പട്ടികവർഗ ദലിത് ചക്ലിയനായിരുന്നാലും ശരി, മനുഷ്യരെ ആദരിക്കാൻ നമുക്ക് പഠിക്കാൻ പറ്റണം. നമ്മളത് പഠിച്ചിട്ടില്ല, മുസ്ലിം സമുദായവും പഠിച്ചിട്ടില്ല. അള്ളാഹു നമ്മോട് കൽപ്പിച്ച കൽപ്പനയ്ക്ക് എതിരായിട്ടാണ് നമ്മളുള്ളത്. ഇനി നമ്മൾ പെരുമാറുന്നിടത്തും ആ വ്യത്യാസമുണ്ട്. ഒരു സവർണനെ നമ്മൾ വല്ലാതെ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുവന്നിരുത്തും. ഒരു അവർണനാണെങ്കിലോ, ഒരു ദലിത് വിഭാഗത്തിലെ ഒരാൾ മന്ത്രി ആയാൽ പോലും നമ്മുടെ സമീപനം എന്താ? വെറുതെ മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിത് പറഞ്ഞത് നീട്ടി പറയാൻ ഉദ്ദേശിച്ചല്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു അല്ലാഹ് എങ്കിൽ അള്ളാഹു ആദരിച്ചവരെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം. മിനിമം ആ മര്യാദയെങ്കിലും. ഈ യാ അയ്യുഹന്നാസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു ഇസ്ലാം, എല്ലാവരെയും അഭിസംബോധന, എല്ലാവരെയും മനുഷ്യരായി കാണുന്ന തത്വം പറയുമ്പോൾ പ്രായോഗിക തലത്തിൽ ഇത്തിരിയെങ്കിലും മാറാൻ നമുക്ക് പറ്റണം. നിങ്ങൾക്കറിയാമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു ഗുണമായി അള്ളാഹു നൽകിയ ഔദാര്യമായി ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു ഭാഗം അലം നശ്റഹ് ലക സുദ്റക്, അലം നശ്റഹ് ലക സുദ്റക്. പ്രവാചകരെ, അങ്ങേക്ക് നാം ഇൻഷിറാഹുൽ ഖൽബ് നൽകിയ ഹൃദയ വിശാലത നൽകി എന്നാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലത, അതല്ലാത്തൊരു വിശാലത. കാരണം ആ സാമൂഹ്യ ക്രമത്തിൽ മനുഷ്യരെ അടിമകളാക്കി മാറ്റുന്ന ക്രമത്തിൽ മൃഗങ്ങൾക്ക്, മേത്തരം കുതിരകൾക്കും ഒട്ടകങ്ങൾക്കും കഴുതകൾക്കും കിട്ടുന്ന പരിഗണന പോലും ഈ അടിമകൾ കിട്ടൂല. അങ്ങനെയുള്ളൊരു ക്രമത്തിൽ അടിമകളായി വന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, ബിലാലിനെ അവിധം സ്നേഹിക്കാൻ, ബിലാൽ തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിക്കാൻ, റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയെ സ്നേഹിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഒരിക്കൽ മദീന പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ നിർബന്ധിച്ചപ്പോൾ, അന്നത്തെ ഖലീഫ നിർബന്ധിച്ചപ്പോൾ, ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു ബോധം കെട്ട് വീണുന്നാ. അല്ലാത്തൊരു സ്നേഹ. മരണവേളയിൽ അദ്ദേഹം തന്റെ അടുത്തിരുന്ന് കരയുന്ന കുടുംബിനിയോടും മക്കളോടും പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ സക്കറാത്തിന്റെ ഹാലാത്ത് കണ്ട് കരയുമ്പോൾ ഭാര്യയോട് പറയുന്ന വർത്തമാനം അതിന്റെ നേർ ഭാഷയിൽ മലയാളത്തിലേക്ക് പറഞ്ഞാൽ, എന്റെ പൊന്നെ, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ എൻ്റെ ഹബീബായ റസൂലിന്റെ അടുത്തേക്ക് പോവല്ലേ എന്നാണ്. ഞാൻ എൻ്റെ ഹബീബായ റസൂലിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നീ എന്തിനാ കരയുന്നത്? കൂട്ടുകാരുടെ അടുത്തേക്ക്, ചങ്ങാതിമാരുടെ അടുത്തേക്ക് ഭർത്താവ് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യ കരയാറില്ലല്ലോ. വൈകുന്നേരത്തൊക്കെ നമ്മളൊന്ന് കമ്പനി കൂടാൻ പോവുകയാണെങ്കിൽ ഭാര്യ കരയൂ. അതുപോലെയാണ് ഞാൻ എൻ്റെ ഹബീബായ റസൂലിന്റെയും എൻ്റെ സഹാബത്തിന്റെയും കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ നീ എന്തിനാണ് കരയുന്നത് എന്ന് ഭാര്യയോട് ചോദിക്കുന്ന ആ ഒരു സ്നേഹം, അങ്ങോട്ട് എത്താൻ വെമ്പൽ കൊള്ളുന്ന ഒരു സ്നേഹം, ആ കൂട്ടുകെട്ടിലേക്ക്, ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് ചെന്നു ചേരാനുള്ള വല്ലാത്തൊരു സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ സ്നേഹം, അത് യഥാർത്ഥ സ്നേഹമാണ്. അത് ഞാനും നിങ്ങളും ഹജ്ജിനോ ഉംറക്കോ പോയിട്ട് ഒരു നീഗ്രൊക്കെ കൈ കൊടുക്കുന്ന പോലെയല്ല. അവിടെ ചെല്ലുമ്പോൾ ഈ ആളുകൾ, ബിലാലിന്റെ ആൾക്കാർ ഇങ്ങനെ വരുമല്ലോ നമ്മുടെ മുമ്പിൽ. ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ നേരെ ചൊവ്വേ കയ്യിൽ കൈവച്ച് കണ്ണിൽ കണ്ണു നോക്കി ഭാഷാരിലും കെട്ടിപ്പിടിച്ച് ആ തടിച്ച ചുണ്ടിൽ ഒരു ഉമ്മ കൊടുക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ബോധപൂർവ്വം ശ്രമിച്ചു നോക്കാറുണ്ട്. അത് നമ്മളെ പാകപ്പെടുത്തുന്ന ഭാഗമായിട്ട് അയ്യുള്ളവൻ അത് മനസ്സിലാക്കിയിരിക്കുന്നത്. അവരുടെ ആ തടിച്ച ചുണ്ടിൽ ഉമ്മ കൊടുക്കാൻ, ആ മുഖത്തൊന്ന് നമ്മുടെ മുഖം ചേർത്ത് വെക്കാൻ, ഭാഷാരിന് അസ്സലാമു അലൈക്കും പറഞ്ഞ് കൈ കൊടുക്കാലോ, നല്ല ഉമ്മയും കൊടുക്കാം. നമ്മുടെ മനസ്സ് വിശാലമാവുകയാണ് ചെയ്യുന്നത്. നമുക്കത് പാകപ്പെടുത്തി മെരുക്കിയെടുക്കണം നമ്മുടെ മനസ്സിനെ. നമുക്കത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും എന്തൊക്കെ വിശാലത പറഞ്ഞാലും നാം സാമുദായികമായ ആന്ത്യം ബാധിച്ചവരായി അവസാന ഘട്ടത്തിലായിത്തീരുന്നത്. മർമ്മത്തിലെത്തുമ്പോൾ നാം ശുദ്ധ സാമുദായികവാദികളും ജാതീയതയുടെ ആളുകളും പോലെ ആയിത്തീരും. വിശാലമാകാൻ പറ്റുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ തിരുനബിക്ക് അത് പറ്റി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വല്ലാത്തൊരു കഴിവാണ്. സൂറ കഹ്ഫിൽ നമ്മൾ ഓതുമ്പോ ഒരു ഭാഗം ഇങ്ങനെയുണ്ടല്ലോ, ഫസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാവതി വൽ അശീ യുരീദൂന വജ്ഹ റബ്ബഹ്. പ്രവാചകരെ, അങ്ങ് പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ ആളുകളുടെ കൂടെ തന്നെ അങ്ങയെ നിർത്തണം. ഫസ്ബിർ നഫ്സക, അങ്ങ് പിടിച്ചു നിൽക്കണം. വലാ തഉദു ഐനാക, നിങ്ങളുടെ കണ്ണ് അങ്ങോട്ട് പോകരുത്. അവിടുത്തെ പ്രഭുക്കന്മാർ, വലിയ വലിയ
ധനാഢ്യർ, മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാർ, അവർ പാരമ്പര്യത്തിന്റെയും കുടുംബ മഹത്വത്തിന്റെയും ഒക്കെ പേരിൽ നിലകൊള്ളുന്നവർ, അധികാരത്തിലും ധനബലത്തിലുമൊക്കെ അഭിരമിക്കുന്നവർ, അവരിലേക്ക് അങ്ങയുടെ കണ്ണ് പോയി പോകരുത്. അങ്ങനെ അവരിലുള്ള പകിട്ടും അവരുടെ മഹത്വവും ഒക്കെയാണ് അങ്ങ് കാണുന്നതെങ്കിൽ തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, അങ്ങ് ഭൗതികതയുടെ ഈ മാസ്മരികതയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹു വിലയിരുത്തും. തിരുനബിയാണ് വിശകലനം ചെയ്തത്. അവരുടെ അടുത്തുള്ള അവരുടെ പങ്കും മൊഞ്ചും പകിട്ടും കണ്ടിട്ട് അങ്ങോട്ടാണ് നിങ്ങളുടെ കണ്ണ് തിരിയുന്നതെങ്കിൽ അങ്ങും ഈ ഭൗതികതയാണ് ആഗ്രഹിക്കുന്നത് എന്ന് നാം വിലയിരുത്തും. അല്ല പറയാ, അതുകൊണ്ട് ഇവരുടെ കൂടെ തന്നെ നിൽക്കണം. ഏതാ സന്ദർഭം എന്നറിയാവോ? മക്കാ മുശ്രിക്കീങ്ങൾ പറഞ്ഞത്ര, നിന്റെ കൂടെ ഉള്ളവരൊക്കെ ഏഴകളും തോഴകളും ഞങ്ങളെ കൂട്ടത്തിലെ അറാദിലുന ബാദിയ റഈ, ഖുർആന്റെ പ്രയോഗം അറാദിലുന, ഞങ്ങളെ കൂട്ടത്തിലെ ഏഴകളും തോഴകളും സാധാരണക്കാരും ഒക്കെയാണ്. ബാദിയ റഈ, ഒരു അഭിപ്രായവും ഇല്ലാത്തവർ, സ്വന്തമായിട്ടൊരു കാര്യം പറയാനോ ചെയ്യാനോ കഴിയാത്തവർ, അങ്ങനെ ഒരു കാര്യത്തിൽ അഭിപ്രായമില്ലാത്ത ഉപരിപ്ലവമായ കുറെ ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് നിന്റെ കൂടെയുള്ളവർ. അവരൊക്കെ ഒഴിവാക്കിയിട്ട് വാ, എങ്കിൽ ഞങ്ങൾ നിന്നെ കേൾക്കാം. അവരിരിക്കുന്ന സദസ്സിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, അവരിരിക്കുന്നിടത്ത് ഞങ്ങൾ വരില്ല എന്നിങ്ങനെ ഇവർ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ടാണ് സൂറ കഹ്ഫിലെ ഈ ആയത്ത് അവതരിച്ചത്. തഫ്സീറിൽ സബബുൻ നുസൂൽ വിശദീകരിക്കുന്നു അവതരണ പശ്ചാത്തലം. അപ്പോ സാധാരണക്കാരന്റെ കൂടെ നിൽക്കുകയായിരുന്നു പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ അവഗണിച്ചവരെ റസൂലുള്ളാഹി പരിഗണിക്കുകയാണ്. ഇസ്ലാമിന്റെ തന്നെ രീതി അതാ. നമ്മളെ ഹജ്ജിനോ ഉംറക്കോ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വലിയ അടയാളമാണ് ഹിജ്ർ ഇസ്മായിൽ, ഹാജറിന്റെ മടിത്തട്ട്, അല്ലാഹു തആല മടിത്തട്ട്. പിന്നെ സഫാ മർവ സഴി, ഹാജർ നടന്നു പോയ വഴിയിലൂടെ. ആരായിരുന്നു ഹാജർ? ഇതുപോലെ അവഗണിക്കപ്പെട്ട സമൂഹത്തിലെ പ്രതിനിധിയാ, അടിമയായിട്ട് വന്നതാ, കറുത്തവള, സ്ത്രീയാണ്. അവർക്ക് അള്ളാഹു കൊടുത്ത ആദരവ് എത്രയാണ്! ആ പരമ്പരയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. എത്രമാത്രം ആദരവാണ് അള്ളാഹു കൊടുത്തത്, റസൂലുള്ളാഹി കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവഗണിച്ചവരെ, സമൂഹം അവഗണിക്കുന്നവരെ പരിഗണിക്കാനും ചേർത്ത് നിർത്താനും കഴിയുന്ന വിശാലതയില്ലായ്മ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം. നമുക്ക് ഒട്ടും വിശാലതയില്ല, നമ്മളും മറ്റവരെ പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇസ്ലാമിലെ പ്രവാചകന്റെ ഏറ്റവും വലിയ ഗുണം അലം നശ്റഹ് ലക സദറക, പ്രവാചകരെ അങ്ങേക്ക് നാം ഹൃദയ വിശാല നൽകിയില്ലയോ? അത് തിരുനബിയുടെ ഏറ്റവും വലിയ ഗുണമായിട്ട്. അപ്പോൾ മനുഷ്യനെ ആദരിക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയണം. മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് നാം അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുന്നവരായി മാറുകയുള്ളൂ. അള്ളാഹ് ആദരിച്ചവരെ നമ്മൾ അനാദരിക്കുമ്പോൾ നാം കുറ്റവാളികളായിട്ട് മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യരെ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ഈ വിശാലമായ ഉള്ളടക്കത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഖുർആൻ പഠിക്കാൻ നമുക്ക് സാധിക്കണം. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നാഥന് നിങ്ങൾ വഴിപ്പെടുവിൻ. ഒറ്റ ആത്മാവിൽ നിന്ന്. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഖുർആനിൽ വന്ന ഒരു ആയത്തിന്റെ വിശദീകരണം, അൽ ഖുർആൻ യുഫസ്സിറു ബഅദഹു ബഅദ എന്ന ഒരു ചൊല്ലുണ്ട്. ഖുർആനിൽ ഒരു ഭാഗത്തെ വേറൊരു ഭാഗം വിശദീകരിക്കും. നേരത്തെ ഓതിയ സൂറ ഹുജറാത്തിലെ ആയത്തിൽ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യർ, വിളി അവിടെ അയ്യുഹന്നാസ് മനുഷ്യരെ എന്നാണ്, ഇവിടെ വിളിച്ച പോലെ തന്നെ. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ആദം അലൈഹിസ്സലാം, ഹവ്വ ബി റളിയല്ലാഹു തആല അൻഹ, അവരിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പൊ അവിടെ ആണ് പെണ്ണ്, ഒരു മാതാവ് പിതാവ്, അവരിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു മാതാവിന്റെ ഉദരം പങ്കുവെക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഏകോദര സഹോദരന്മാരാണ്. അതന്നെ വല്ലാത്തൊരു വർത്തമാനമാണ് കേട്ടോ. ആ വിശാലത എത്രമേലുണ്ട് നിങ്ങൾ അറിയണം. നമ്മളൊക്കെ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളെ. ഈ ജാതി ഉപജാതിയായി നിൽക്കുന്നവരോ മറ്റു മതക്കാരോ നമ്മൾ മുസ്ലിമീങ്ങളോ നമ്മിൽ ശ്രേഷ്ഠരെന്ന് ആരൊക്കെയോ പറഞ്ഞു വെച്ച അറബികളോ അനറബികളായ നമ്മളോ വെള്ളക്കാരെന്ന് സ്വയം അഭിരമിച്ച് നടക്കുന്ന പരിഷ്കാരികളോ അല്ലെങ്കിൽ അവർ മോശക്കാരായി കാണുന്ന കറുത്തവരോ മൂന്നാംകിട രാഷ്ട്രക്കാരോ ഈ വിവേചനത്തിന് നടത്തുന്നതെല്ലാം എന്നത് ഒരേ വഴിക്കാം, ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നാണ്. പിന്നെന്ത് വ്യത്യാസം? അപ്പൊ അതന്നെ അതിന്റെ വിശാലതയെ കുറിച്ച് പറയുന്നൊരു പദം. അവിടെ ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാവുന്ന ഒരു ചിന്തയെ ശരിക്കും ഖുർആൻ മുമ്പിൽ വെക്കുകയാണ് ഈ ആയത്തിലൂടെ എന്ന് മുഫസ്സിരീങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, മാതാവ് ഒന്ന് വേറെ പിതാവ് ഒന്ന് വേറെ എന്ന് സങ്കല്പിക്കാലോ. നമ്മൾ സാധാരണ കുടുംബഘടനയിൽ ബുദ്ധിയുള്ളവരെന്താ ചെയ്യുക, ഒരു കുടുംബത്തിലെ പുരുഷൻ വേറെ ഒരു കുടുംബത്തിൽ നിന്നാണ് പെണ്ണെടുക്കുക. അപ്പൊ അവർ പിന്നെ കൂടിയിട്ട് ഒരു കുടുംബം ഉണ്ടാവുകയാണ് ചെയ്യുക. അങ്ങനെയാണല്ലേ കുടുംബം തുടരുന്നത്. അപ്പൊ മാതാവ് ഒരു കുടുംബത്തിൽ പിതാവ് ഒരു കുടുംബത്തിൽ, മാതാവ് ഒരു ടെറിട്ടറി പിതാവ് ഒരു ടെറിട്ടറി എന്നൊക്കെ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ രണ്ട് വർഗം,
എന്ന ഒരു ചിന്ത വരാം. രണ്ട് ക്ലാസ്സിൽ നിന്നാണ്. പിതാവ് ഒരു ക്ലാസ്, ഒരു വർഗം, മാതാവ് വേറെ ഒരു ക്ലാസ്, വേറൊരു വർഗം. അങ്ങനെ വരുമ്പോൾ രണ്ട് ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു ക്ലാഷിന് സാധ്യതയുണ്ട്. ഒരു സംഘടനത്തിന്റെ അല്ലെങ്കിൽ ഒരു പരസ്പരമുള്ള ഒരു ചേരിതിരിവിന്റെ അല്ലെങ്കിൽ ചേരായ്മയുടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ചിന്ത പോകുമെന്ന് ഭയന്നിട്ടായിരിക്കണം. ഭയക്കുന്നു എന്നുള്ള വർത്തമാനം മാത്രമാണ്, അതല്ല അതിന്റെ ശരി. അങ്ങനെയും ചിന്ത പോവേണ്ടതില്ല. ഒന്നിൽ നിന്ന്, ഇവിടെ അതാ ഒന്നിൽ ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒറ്റ ആത്മാവിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിച്ചത്, ഒറ്റ ആത്മാവ്. അപ്പോൾ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു. എന്നിട്ടോ വഖലഖ മിൻഹാ സൗജഹ, ഈ ആയത്തിന്റെ ബാക്കിയത വഖലഖ മിൻഹാ സൗജഹ, ആ ആദം അലൈഹിസ്സലാമിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഇണയെ സൃഷ്ടിച്ചു. അപ്പൊ ഹവ്വാ ബീവി എന്ന നമ്മുടെ വല്യുമ്മ, ജിദ്ദ എന്ന് പറഞ്ഞ ജദ്ദ എന്നാണ്, ജദ്ദ വല്യുമ്മ എന്നാണ്. അവിടെ ബാബു മക്കയിലെ ഒരു പള്ളിയിൽ, അവിടുത്തെ പള്ളിയിലെ കബറിടങ്ങളിൽ ഒരു കബർ വലിയൊരു കബറ, അത് ഹവ്വാബിയുടെ കബറാണെന്നൊരു വർത്തമാനം പറയുന്നുണ്ട്. ഒരു വർത്തമാനമാണ് എങ്കിൽ പോലും വല്യമ്മ വന്ന സ്ഥലം എന്നാലൊക്കെ ജദ്ദ എന്ന് അവർ തമ്മിൽ കണ്ടുമുട്ടിയത് അറഫ എന്നൊക്കെ ഒരു വർത്തമാനം. അത് ഗവേഷണപരമാണ്, അതിന്റെ ന്യായങ്ങൾ പറയാൻ ഞാൻ യോഗ്യനല്ല. പക്ഷെ അങ്ങനെ വർത്തമാനം. അപ്പൊ ജദ്ദ വല്യുമ്മ, നമ്മുടെ വല്യുമ്മയായ ഹവ്വാ ബീവിയെ ആദമിൽ നിന്ന്, വല്യുപ്പയിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വേറെ ഒരു സെപ്പറേറ്റ് സൃഷ്ടിയല്ല, ഒന്നിൽ നിന്നാണ്. അതിൽ വലിയൊരു തത്വമുണ്ട്. ഒന്ന്, മനുഷ്യകുലത്തിന്റെ തുടക്കം ഒന്നിൽ നിന്നാണ്. അപ്പൊ എല്ലാം ഒന്നിൽ, ആദമിൽ നിന്നാണ് എല്ലാം. അതുകൊണ്ടാണ് ബനി ആദം, ബനു ആദം എന്നിങ്ങനെ ഖുർആൻ ഹദീസിലൊക്കെ പ്രയോഗം വരുന്നത്. ഖുർആനിലും വലഖദ് കറംനാ ബനി ആദം, അത് ഖുർആനിക ആയത്താണ്, നാം ബഹുമാനിച്ചിരിക്കുന്നു. കുല്ലു ബനി ആദമ ഖത്താഊൻ ഒരു തിരുവചനമാണ്. കുല്ലു ബനി ആദം, ആദമിന്റെ മക്കളെല്ലാം. അവിടെ അപ്പൊ ഹദീസിലും ബനു ആദം, ഖുർആനിലും ബനു ആദം എന്നൊരു പ്രയോഗം. ആദമിന്റെ സന്താന പരമ്പര, മനുഷ്യകുലത്തെ മൊത്തം വിശേഷിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പൊ എല്ലാവരും ഈ ഒന്നിൽ നിന്നാണ്. ഹവ്വാബിയും അത് തന്നെ, അത് വേറെ ഒന്നല്ല. അപ്പൊ ആദമിൽ നിന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ എല്ലാവരും ഒന്നിൽ നിന്നാണ്, എല്ലാവരും ഒന്നിൽ നിന്ന്. ഒറ്റ ജനത, ഒരൊറ്റ ജനത എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇസ്ലാമാണ് അതിന്റെ യഥാർത്ഥ പ്രൊമോട്ടിംഗ് അതോറിറ്റി. ഏത്? ഒരു ജനത, ഒരു ജനത എന്നത് ഇസ്ലാമിന്റെ തത്വമാണ്. ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത. നാം മനുഷ്യർ, നാം ഒന്ന്. മനുഷ്യൻ ഒരു ജാതി, മനുഷ്യജാതി. ഇതൊക്കെ ഇസ്ലാമിൻ്റെതാണ്. വ്യത്യസ്തമായ ആളുകളും ഗുരു സംവിധാനങ്ങളും ഒക്കെ അതിലെടുത്ത് പ്രൊമോട്ട് ചെയ്ത് തത്വങ്ങളായി പറയുമ്പോൾ അവരാണ് അതിൻ്റെ ആളുകൾ എന്ന നിലക്കാണ് പിന്നീട് വരുന്നത്. നമ്മുടെ ഒരു വീഴ്ചയുടെ ഭാഗം കൂടിയാണ് ശരിക്കും. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളൊക്കെ വായിക്കുമ്പോൾ വലിയൊരളവും ഇസ്ലാമിന്റെ തത്വങ്ങളാണ്. അതിന് ബന്ധമുണ്ട്. അദ്ദേഹം മുസ്ലിം കുടുംബത്തിൽ, നമ്മുടെ വക്കം കുടുംബമായിട്ടൊക്കെ വലിയ ബന്ധത്തിൽ വളർന്നതാണ്. അതിനൊക്കെ ചരിത്ര പഠനങ്ങൾ ധാരാളമായിട്ടുണ്ട്. പക്ഷേ ഒരു ജാതി, ഒരു ദൈവം എന്നൊക്കെ പറയുന്ന ആ തത്വം ഇന്ന് നമ്മുടെ കേരളക്കരയിലും ഇന്ത്യയിലും, ഇന്ത്യക്ക് പുറത്തേക്കും ഏതോ നിലവിൽ ഇതിനൊക്കെ നല്ല പ്രൊമോട്ടിങ് ഏജൻസികളുണ്ട്, വലിയ സംവിധാനങ്ങൾ. അപ്പോൾ ശാന്തിഗിരി ആശ്രമമൊക്കെ വളർന്നതും അതിൻ്റെ പിന്നിലൊക്കെ നല്ല ഒരു ഇവന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മളത് പഠിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ അതിനെ പ്രൊമോട്ട് ചെയ്താൽ ഏത് ഒരു വലിയ ആൾ വന്നാലും ആദ്യം അവിടെ പോകുന്നതിൻ്റെ ഒരു രീതി നമ്മൾ പഠിക്കണം. അതൊക്കെ അതിൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെയും അതിൻ്റെ ഒരു പരസ്യത്തിൻ്റെയും ഒക്കെ ഒരു രീതിയാണ്. അവരത് പണിയെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നല്ല സിസ്റ്റവും നല്ല പ്രചാരണവും ഒക്കെ ആ വിഷയത്തിലുണ്ട് താൻ. ആവട്ടെ, ഞാൻ പറഞ്ഞത് അപ്പം ഇത് അവരുടേതായിട്ടാണ് പിന്നീട് വരുന്നത്. പക്ഷെ ഫലത്തിൽ എന്താ സംഭവം? അള്ളാഹു എക്കാലത്തും മനുഷ്യനെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ആദം അലൈഹിസ്സലാമിന്റെ കാലം മുതലേ മനുഷ്യകുലം അനുഭവിച്ചതും മനുഷ്യകുലത്തെ ഇസ്ലാം അനുഭവിപ്പിച്ചത് നിങ്ങൾ ഒന്നാണ്, മനുഷ്യൻ എന്ന ഒരു ജാതിയാണ്, ഇൻസാൻ എന്ന രീതിയിൽ നിങ്ങളുടെ മുകളിൽ നാഥൻ മാത്രം. ഇന്നഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വാന റബ്ബുക്കും ഫഅബ്ദൂൻ. നിങ്ങൾ മനുഷ്യർ ഒറ്റ ജാതിയാണ്, നിങ്ങൾക്ക് മുകളിൽ ഒറ്റ റബ്ബ് മാത്രമേ ഉള്ളത്, ഞാനാണ്, നിങ്ങൾ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കണം എന്ന ഈ തത്വം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വമാണ്. അതിൻ്റെ ആളുകൾ നമ്മളാണ്, അതിൻ്റെ വക്താക്കളായിട്ട് നമ്മൾ മാറണം. നമ്മളത് ശരിക്ക് മണ്ണിൽ പ്രയോഗവൽക്കണം. അപ്പൊ ഈ മനുഷ്യൻ ഒന്നിൽ നിന്ന് ഒന്നാണ് നമ്മൾ എന്ന അടിസ്ഥാനപരമായ തത്വമാണ് ഇവിടെ ഒരു ഭാഗത്ത് ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. രണ്ടാമത്തെ സംഗതി, മനുഷ്യകുലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അള്ളാഹു ദീക്ഷിച്ച, അള്ളാഹു നിശ്ചയിച്ച ഒരു രീതിയാണ്. അതായത് ആണും പെണ്ണും, അങ്ങനെയാണല്ലോ മനുഷ്യകുലത്തിന്റെ വർധനവ് നടക്കുക. അതുകൊണ്ടാണ് ആദം ഹവ്വ ഉണ്ടായത്. ഇതിങ്ങനെ അമീബ
വിഘടിച്ച് ആകുന്ന പോലെ ഒരു കോശം രണ്ടായി സെൽ ഡിവിഷൻ, അങ്ങനെയല്ലല്ലോ മനുഷ്യന്റെ രീതി. സെൽ ഡിവിഷൻ മനുഷ്യനകത്ത് ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു ജീവി സ്വതന്ത്രമായിട്ട് വേറൊന്നാകുന്നത് ഡിവിഷനായിട്ടല്ല, മറിച്ച് ആൺപെൺ ബന്ധത്തിലൂടെയാണ് പ്രത്യുൽപാദനപരമായത്. അതാണ് ദാമ്പത്യത്തിന്റെ മർമ്മവും. അപ്പൊ അവിടെ ഒരു തത്വവും ഈ ആയത്ത് പറയുന്നുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അതായത് ആണും പെണ്ണും എന്നത് ഒന്നാണ്, അത് പരസ്പരം ചേരുമ്പോഴേ ഒന്നാവുകയുള്ളൂ. അഥവാ ആദമിൽ നിന്നാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. ഹവ്വ സെപ്പറേറ്റഡ് സൃഷ്ടിയല്ല. അപ്പൊ ആദം എന്ന പുരുഷനാണ് ഹവ്വയുടെ ഫൗണ്ടേഷൻ, അടിത്തറ. അതിൽ നിന്നാണ് ഹവ്വ. ഹവ്വ എന്ന സ്ത്രീ ആദമിന്റെ പൂർണ്ണതയാണ്. കാരണം ആദമിൽ നിന്നാണ് ഹവ്വയെ എടുത്തിരിക്കുന്നത്. അപ്പോ ഈ ആണും പെണ്ണും രണ്ട് ഒന്നുകളാണ് നമ്മുടെ കാഴ്ചയിൽ. ഒന്ന് ആണ്, ഒന്ന് പെണ്ണ്. പക്ഷെ ഈ രണ്ട് ഒന്നുകളും ചേർന്ന് രണ്ടാവുകയല്ല, രണ്ട് ഒന്നുകൾ ചേർന്ന് ഇമ്മിണി വലിയ ഒന്നാവുകയാണ്. ഇത് രണ്ടും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് സമാധാനപൂർണമായ ഒരു ജീവിതം സാധ്യമാവുക. അതിനെക്കുറിച്ചാണ് ഖുർആൻ ലിതസ്കുനൂ ഇലൈഹ, ആമത്തെ ലക്ഷ്യം പറഞ്ഞ ഖുർആനിക ആയത്തിൽ ലിതസ്കുനൂ ഇലൈഹ, നിങ്ങൾക്ക് സമാധാനപൂർണമായ സക്കീന, ശാന്തി നിർഭരമായ ഒരു ജീവിതം സാധ്യമാകാൻ ഇത് വേണം. അപ്പൊ അങ്ങനെയും ഒരു വലിയ യുക്തി ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമ്മളൊക്കെ ഒന്നാണ്, ഒന്നിൽ നിന്നാണ്, വേറെ വേറെയല്ല എന്ന ഏകത്വം, മനുഷ്യകുലത്തിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്നതോടൊപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിവർഗത്തിന്റെ തുടർച്ചയിൽ അള്ളാഹു മനുഷ്യൻ നിക്ഷേപിച്ച പ്രകൃതിപരമായ ഒന്ന്, ആണും പെണ്ണും ഒന്നിച്ചു മുന്നോട്ട് ദാമ്പത്യത്തിലൂടെയുള്ള ഒരു ജീവിതം, അതാണ് സമാധാനപൂർണമായ ജീവിതം. അങ്ങനെ മനുഷ്യന് സാധിക്കൂ, അതാണ് ഇതിന്റെ ഘടന. അതുകൊണ്ട് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഇണതുണകളായിട്ട് ജീവിതം സാധ്യമാകും. ഈ വിഷയവും അവിടെ പഠിപ്പിക്കുന്നു. വഖലഖ മിൻഹാ സൗജഹ, ആദമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. വബസ്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, അവരിൽ നിന്ന് ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ പരത്തി, അതങ്ങനെ പടർന്ന് പന്തലിച്ച് വികസിച്ചു വന്നു. അതാണ് മനുഷ്യകുലം. അപ്പൊ ആദം അലൈഹിസ്സലാമിന്റെ തുടക്കത്തിൽ ആദം, ഹവ്വ, കുടുംബം, മക്കൾ, തുടർന്ന് പേരമക്കൾ, അങ്ങനെ ഒരു കുടുംബ ഘടനയിൽ അതങ്ങനെ മുന്നോട്ട് ചെയ്യുക. കുടുംബത്തിലേക്ക് വന്ന പ്രവാചകനാണ് ആദം അലൈഹിസ്സലാം. ആദ്യത്തെ പ്രവാചകനാണ് കുടുംബത്തിലേക്ക് വന്ന പ്രവാചകൻ. ചരിത്രഘടനയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രവാചകന്മാരുടെ ക്രമത്തിൽ ആദം അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം എന്നൊരു പ്രവാചകനെ നാം വളരെ വിശദമായ പ്രതിപാദനമില്ലെങ്കിലും പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹം കുടുംബത്തിന്റെ, ഈ ആദമിന്റെ കുടുംബത്തിന് തുടർച്ചയിൽ വന്ന ഒരു പ്രവാചകനാണ്. കുടുംബം എന്ന അവസ്ഥ മാറി സമൂഹം എന്ന അവസ്ഥയിലേക്ക് മനുഷ്യകുലം മാറിയപ്പോൾ കടന്നു വന്ന ആദ്യ പ്രവാചകനാണ് ചരിത്രം പഠിപ്പിക്കുന്ന നൂഹ് അലൈഹിസ്സലാം. ശരിക്കൊരു പ്രവാചകന്റെ ഭാവം അവിടെയാണ് കാണുക. കാരണം മറ്റൊരു കുടുംബമാണ്, അതിൻ്റെതായ ഒരു പരിമിതമായ വികാസം, അതിന്റെ വികാസത്തിന്റെ ഇടയിൽ അടുത്ത പ്രവാചകൻ ഇദ്രീസ് അലൈഹിസ്സലാം. പക്ഷെ കുടുംബം എന്ന ഘടന മാറി സമൂഹം എന്ന ഒരവസ്ഥയിലേക്ക്, സാമൂഹികതയുടെ ഒരു മാനത്തിലേക്ക് വളർന്നപ്പോൾ വന്ന പ്രവാചകനാണ് നൂഹ് അലൈഹിസ്സലാം. പിന്നെ അവിടെ നിന്നങ്ങോട്ട് വ്യത്യസ്ത പ്രദേശങ്ങളിൽ, ഭൂപ്രദേശങ്ങളിൽ സമൂഹം സഞ്ചരിക്കാനും വന്നുകൂടാനൊക്കെ തുടങ്ങിയപ്പോൾ അവിടങ്ങളിൽ വ്യത്യസ്ത പ്രവാചകന്മാർ, അങ്ങനെ ഒരു ഘടനയും ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇതങ്ങ് പരന്ന് പടർന്ന് പന്തലിച്ചു. അങ്ങനെയാണ് മനുഷ്യകുലം. മനുഷ്യൻ ഒന്നാണ്, മനുഷ്യൻ ഒന്നിൽ നിന്നാണ്, ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. നമ്മൾ പരസ്പരം ആദരവും ബഹുമാനവും പങ്കുവെക്കേണ്ടവരാണ്. മനുഷ്യനെ ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് സാധിക്കണം. മനുഷ്യനെ അനാദരിക്കാൻ പാടില്ല. മനുഷ്യനെ ഉൾക്കൊള്ളണം, മനുഷ്യനെ സ്നേഹിക്കണം. അവന്റെ ജാതിയോ മതമോ എന്തോ ആവട്ടെ, സാംസ്കാരിക പാരമ്പര്യം എന്തോ ആവട്ടെ, വിശാലതയോടുകൂടി മനുഷ്യൻ എന്ന ഒരു പോയിന്റിൽ അവനെ കാണാൻ നമുക്ക് കഴിയണം. അപ്പൊ അങ്ങനെ നിങ്ങളെ ഇവിധം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം, നിങ്ങൾ ഇങ്ങനെ ആവണം എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം, നിങ്ങളുടെ വംശവർദ്ധനവിന്റെ തുടർച്ചയിൽ ആൺ പെൺ ദാമ്പത്യവും അതിന്റെ ഒരു ബന്ധവും എല്ലാം പഠിപ്പിക്കുന്ന ഒരു വല്ലാത്ത ഉൾക്കാഴ്ച നൽകുന്ന ആയത്താണ് ഈ ആയത്ത്. അങ്ങനെയുള്ള നിങ്ങളെ സൃഷ്ടിച്ച് ഇങ്ങനെ നിലനിർത്തിയ ആ നാഥനെ ഇത്തഖൂ റബ്ബക്കും, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ നാഥന്റെ വിധിവിലക്കുകളെ നിങ്ങൾ പാലിച്ച് ജീവിക്കണം. തഖ്വ, നമ്മൾ നമ്മുടെ പഠനത്തിൽ പലപ്പോഴായി ഈ പദം പഠിപ്പിച്ചിട്ടുണ്ട്, ആവർത്തിച്ചിട്ടുണ്ട്. ഭക്തി സൂക്ഷ്മത പേടി എന്ന മലയാള അർത്ഥത്തിന് അതിന്റെ പൂർണ്ണമായ വിശാലതയും വ്യാപ്തിയും ആഴവും പരപ്പും ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മുടെ മാതൃഭാഷയാണ് മലയാളമെങ്കിലും മലയാള ഭാഷ ഉണങ്ങിയ ഭാഷയാണ്. അറബി ഭാഷ
വല്ലാത്ത ആഴവും പരപ്പും അർത്ഥവ്യാപ്തിയുമൊക്കെയുള്ള ഒരു ഭാഷയാണ്. തഖ്വ എന്നതിന് മുഫസ്സിരീങ്ങൾ നൽകിയിരിക്കുന്ന അറബി പണ്ഡിതന്മാർ നൽകുന്ന നിർവചനം ഇംതിസാലു അവാമിരില്ലാഹി വജിത്നാബു നവാഹീഹി. അള്ളാഹു നൽകിയ എല്ലാ അവാമിറുകൾ, അവാമിർ കൽപ്പനകളെയും പാലിക്കുക, വജിത്നാബു നവാഹീഹി അവൻ വിരോധിച്ച നിരോധങ്ങളെ കൈയൊഴിയുക. അപ്പോൾ കൽപ്പിച്ചതെല്ലാം ചെയ്യുക, വിരോധിച്ചതെല്ലാം ഒഴിവാക്കുക. അങ്ങനെയുള്ള ജീവിതമാണ് തഖ്വ. തഖ്വ ഹാവഭാവങ്ങളല്ല, വേഷഭൂഷാദികളല്ല, എന്തെങ്കിലും ചില കാട്ടിക്കൂട്ടലല്ല, ഏതാനും ആരാധനകളുടെ ദിക്റുകളുടെ ഒരു ബണ്ടിലും ഭണ്ഡാരവുമല്ല. അതിനപ്പുറത്തുള്ള ഒന്നാണ് തഖ്വ. അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ വിധിയിലൊക്കെ, ഇത് മുഴുവൻ മനുഷ്യരോടുമാണ് പറയുന്നത്. അപ്പൊ മനുഷ്യരോട് നമുക്ക് നൽകാൻ, വിശ്വാസികളോട് നൽകാനുള്ള സന്ദേശം ഇത്തഖുല്ല. നേരത്തെ സൂറ ആൽ ഇംറാൻ അവസാന സൂക്തം പറഞ്ഞ പോലെ നിങ്ങൾ പടച്ചവന്റെ വിധികളൊക്കെ പാലിച്ച് ജീവിക്കണം. മാലോകരോട് നമുക്ക് നൽകാനുള്ള മെസ്സേജ്, നമ്മളെ എല്ലാം സൃഷ്ടിച്ച ഒരു നാഥനാണ്, നമ്മുടെ നാഥന്റെ കൽപ്പന പാലിക്കണം. ഇവിടെ പ്രയോഗം തന്നെ ഇത്തഖു റബ്ബക്കും, നിങ്ങളുടെ നാഥൻ എന്നാണ്. പ്രവാചകന്മാർ വരുമ്പോൾ അങ്ങനെ പറയാം. പ്രവാചകന്മാർ ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നല്ല പറയാം, ഞങ്ങളെ ദൈവത്തിൽ വിശ്വസിക്കുമെന്നല്ല പറയാം. നമ്മളങ്ങനെ പറയും, ഞങ്ങളെ പടച്ചവൻ ഉണ്ടല്ലോ, ഞങ്ങളെ പടച്ചവൻ എന്നൊക്കെ പറയാം. ആര് പറഞ്ഞു? അങ്ങനെ പറയുന്ന പോലും ഭാഷാപരമായും ഉദ്ദേശപരമായും തെറ്റാ. നമ്മളെ പടച്ചവൻ വേറെ, അവരെ പടച്ചവൻ വേറെ ഒന്നുമില്ല. ഞങ്ങളെ ദൈവം അല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലും സൂക്ഷ്മമായ അർത്ഥത്തിൽ തെറ്റാണ് ആ പ്രയോഗം. നമ്മുടെ ദൈവമാകുന്ന അള്ളാഹു, നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവായ പ്രപഞ്ചനാഥൻ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇത് വല്ലാത്തൊരു വർത്താനം. അവിടെ പോലും നമ്മുടെ ഈ പ്രബോധനപരമായ മുഖം, ഒരു ദഅവത്തി മനസ്സ് ഉണ്ടാവണം എന്നാണ്. പ്രവാചകന്മാർ വരുമ്പോ യാ ഖൗമി, എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുവിൻ, മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾക്ക് അവനല്ലാതെ വേറെ പടച്ചവനില്ല. അല്ലയോ സഹോദരന്മാരെ, ഇത്തഖു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുവിൻ. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് എന്നാ പറയാ. അപ്പൊ നിങ്ങളുടെ എന്നാണ്. അവരിൽ നിന്ന് അന്യവൽക്കരിക്കാൻ, നമ്മൾ അള്ളാഹുവിനെ അന്യവൽക്കരിക്കും, പ്രവാചകനെ അന്യവൽക്കരിക്കും, ഖുർആനിനെയും അന്യവൽക്കരിക്കും. നമ്മൾ തന്നെയാണ് പ്രബോധനത്തിന് തടസ്സക്കാർ. നമ്മളിതിനെ അന്യവൽക്കരിക്കാണ്. ഇസ്ലാം അവരുമായി ബന്ധപ്പെടുത്തി അതിനെ പരിചയപ്പെടുത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഖുർആൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും സർവ്വജനങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ച വർത്തമാനം. കുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, മനുഷ്യരുടെ റബ്ബ്, മനുഷ്യരുടെ മലിക്ക്, മനുഷ്യരുടെ ഇലാഹ്, മനുഷ്യർ എന്നാ പറയുന്നത്. മുസ്ലിമീങ്ങളുടെ റബ്ബ് ഇലാഹ് ഒന്നും പരിചയപ്പെടുത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സ്വയം പരിചയപ്പെടുന്ന ഭാവേന ഖുർആൻ അവതരിപ്പിച്ച ആയത്തുകൾ, യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, എല്ലാരെയും വിളിച്ചിട്ടാ. ഇന്നി, നിശ്ചയം ഞാൻ, റസൂലുള്ളാഹി ഇലൈക്കും, നിങ്ങളിലേക്കുള്ള അള്ളാഹുവിന്റെ ദൂതനാണ്. ജമീഅ, നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിന്റെ ദൂതനാണ്. നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറയുമ്പോ അവരിൽ നിന്ന് അന്യവൽക്കരിച്ചല്ല, അവരിൽപ്പെട്ട, അവരിലേക്ക്. റഹ്മത്തുൽ ലിൽ ആലമീൻ, കാഫത്തൻ ലിന്നാസ് എന്നൊക്കെ ഖുർആൻ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാലോകർക്ക് കാരുണ്യം, എല്ലാ മനുഷ്യർക്കും എന്നാണ്. അപ്പൊ അങ്ങോട്ട് ചേർത്ത് വെക്കുകയാണ് ചെയ്യുക. നമ്മൾ വർത്തമാനത്തിൽ പലപ്പോഴും അന്യവൽക്കരിക്കുകയാണ് ചെയ്യുക. ഈ അന്യത്വം കൽപ്പിക്കുന്ന രീതി പ്രബോധനപരമായ ശൈലി വെച്ച് നോക്കുമ്പോൾ വലിയ തെറ്റാണ്. പ്രവാചകന്മാരുടെ ശൈലിക്ക് എതിരാണ്. പ്രബോധകന്മാരുടെ ശൈലി അങ്ങനെ ആകാൻ പാടില്ല. കഅബയെ മുമ്പിൽ പരിചയം. കഅബയിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല. നമുക്കറിയാം, ഇസ്ലാമിൽ ഒരു പള്ളിയിലെ നോൺ മുസ്ലിം പ്രവേശിക്കാൻ പാടില്ലാത്തുള്ളത് കഅബയാണ്. കഅബയും മസ്ജിദുൽ ഹറാമും. ബാക്കി എല്ലാ പള്ളിയിലും പ്രവേശിക്കാം. നമ്മളെ ആൾക്കാർ സമ്മതിക്കാത്തവണ് അന്തക്കേടിന്റെ ഭാഗം, അത് വിട്ടേക്കും. ശറിയ അനുസരിച്ച് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ആ കഅബയെ പോലും പരിചയപ്പെടുത്തിയപ്പോ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി പണിത ആദ്യത്തെ ഭവനം എന്നാ പറഞ്ഞത്. മനുഷ്യരെ, അതിന്റെ ഇതിവൃത്തം മനുഷ്യരാണ്. മനുഷ്യര് അത് നിൽക്കുന്ന നിൽപ്പ് തന്നെ ലോകത്തിന്റെ ഭൂമിയുടെ കേന്ദ്രത്തിലാണ്, മധ്യത്തിലാണ്. അതിന് ചുറ്റുമാണ് ഈ ഭൂമി കറങ്ങി, ഭൂമി നിലനിൽക്കുന്നത്. മനുഷ്യർക്ക് നടുവിൽ, മനുഷ്യരുടെ കേന്ദ്രമായിട്ട്, അതൊരു കേന്ദ്രബിന്ദുവായിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. അതിലൊക്കെ വലിയ യുക്തിയുണ്ട്. അപ്പൊ അങ്ങനെയാണ് പരിചയം. നമ്മളെ പരിചയപ്പെടുത്തിയപ്പോഴോ മുസ്ലിം സമുദായത്തെ കുറിച്ച് നമ്മളിപ്പോ നമ്മുടെ ഒരു സമുദായം സാമുദായികമായി നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കെട്ടിമറിഞ്ഞു പോവാ. അതിനപ്പുറത്ത് ചിന്തയുമില്ല, വർത്തമാനമില്ല. പുറത്ത് ആളുണ്ട്, ചിന്ത പോലും ഇല്ലാതെ നമ്മുടെ പണ്ഡിതന്മാർ സംസാരിക്കുമ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറ്റം തോന്നുന്നത്. മുടിയും വിവാദമൊക്കെ വരുമ്പോൾ ഇതിനപ്പുറത്ത് മനുഷ്യന്മാരുടെ ആലോചിക്കൂലല്ലോ ഈ സാഹിബികളൊന്നും. വേറെ മനുഷ്യന്മാരുടെ നാട്ടിൽ ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കൂല. അങ്ങനെ നമ്മൾ ആൾക്കാർ കൈകാര്യം ചെയ്യും. ഏത് വിഷയത്തിൽ ഈ വർഷത്തിൽ അനുഭവിക്കാറുണ്ട്. ബഹുഭാരിത്വം വിവാദമായി വന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സ്ത്രീക്ക് മെൻസസ് ആയാൽ പുരുഷന് പോയി കെട്ടാന്നൊക്കെ പറഞ്ഞ
വൃത്തികേടൊക്കെ നടന്ന നമ്മുടെ കാലഘട്ടത്തിൽ കുറഞ്ഞ കാലമായിട്ടുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുന്ന മനുഷ്യന്മാർ അപ്പുറത്തില്ല. ഇങ്ങനെ കാമം കയറി നടക്കുകയാണ് ഈ ചങ്ങാതിമാർ തോന്നിപ്പോവില്ലേ? കാരണം ഇത് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പ്രകൃതിപരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അന്തക്കേട് പറയും. അപ്പോൾ അപ്പുറത്തെ മനുഷ്യന്മാരുണ്ടെന്ന് ആലോചിക്കൂല. എന്നാൽ നിങ്ങൾ ആലോചിച്ചത് നമ്മളെ ഖുർആൻ ബോധ്യപ്പെടുത്തിയ കാര്യം കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിയത ലിന്നാസ്, നിങ്ങൾ ഖൈറു ഉമ്മത്താണ്. അപ്പോൾ ഖൈറു ഉമ്മത്തിന്റെ ഒരു ഔചിത്യബോധം ഉണ്ടാവണമല്ലോ. ഒരു ലക്ഷണമത്ത സമുദായത്തിന് ഒരു ധാർമ്മികത, ഒരു മര്യാദ, ഒരു ഔചിത്യബോധം അതൊക്കെ ഉണ്ടാവണം. അത് നിങ്ങൾ പാലിക്കണം എന്നതിൽ തന്നെ ഉണ്ട്. ഉഖ്രിയത ലിന്നാസ്, നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ അപ്പുറത്തുള്ള മനുഷ്യരിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കണം. അവരിലേക്ക് പാലം പണിയാനും അവരിലേക്ക് കടന്നെല്ലാനും അവരുമായി ബന്ധപ്പെടുത്തിയും അവരെ കൂടി പരിഗണിച്ചും മുമ്പിൽ വെച്ചും മുന്നോട്ട് പോകാൻ കഴിയുന്ന അതിൽ തന്നെ കൃത്യമായ സൂചനയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ആളുകൾ മറന്നു പോവുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ഈ ഭാഗം പഠിപ്പിച്ചെടുത്ത് ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ നാഥൻ എന്ന് മാലോകരോടാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ മുസ്ലിം സമുദായത്തോടല്ല, മുഴുവൻ മനുഷ്യരോടുമാണ്. അവിടെ ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ വഴിപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്ബോധനം. അപ്പൊ ആ നിലക്ക് നിങ്ങളുടെ നാഥൻ എന്ന ഈ അവതരണത്തിൽ വലിയ മർമ്മമുണ്ട് എന്ന് മനസ്സിലാക്കണം. ആയത്തിന്റെ ബാക്കി ഭാഗം വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അവന്റെ വിധിവിലക്ക് പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണം. ആയത്തിന്റെ ആ ഇത്തഖുല്ലാഹ് എന്ന പ്രയോഗം വീണ്ടും ആവർത്തിച്ചു ഒരേ ആയത്തിൽ. അല്ലദീ തസാഅലൂന ബിഹി, അവനെ മുൻനിർത്തിയാണല്ലോ നിങ്ങൾ അവകാശങ്ങൾ ചോദിക്കുന്നത്. അതൊരു വല്ലാത്ത വർത്താനാണ്. നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ തന്നെ മനുഷ്യൻ ദൈവത്തെ മുമ്പിൽ വെച്ച് വർത്താനം പറയും. അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഒക്കെ അങ്ങനെയാണല്ലോ. ഒരു നിരീശ്വരവാദി പോലെ ഒരു വിശ്വാസം സംസാരിക്കുകയാണെങ്കിൽ വിശ്വാസിയോട് എന്താ പറയാ? നിങ്ങൾ ദൈവവിശ്വാസിയാണല്ലോ. ഞാൻ എന്തായാലും അങ്ങനെയല്ല, പക്ഷെ നിങ്ങൾ ദൈവവിശ്വാസിയാണ്, ആ ദൈവത്തെ മുൻനിർത്തി ഞാൻ പറയാണ് എന്നിങ്ങനെ പറയുമല്ലോ. ഇത് മനുഷ്യന്റെ ഒരു പൊതുവയുടെ രീതിയാണ്. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു നാഥനുണ്ടെന്ന പൊതുബോധമാണ് ഇതിന്റെ മർമ്മം. ഇവിടെ അല്ലാഹ് പറയുന്നത് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. ഏതാണ് ഈ അല്ലാഹ്? അല്ലദീ തസാഅലൂന ബിഹി, അവനെ മുൻനിർത്തിയാണ് നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആ ദൈവം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രവാചകനും ഭൂമുഖത്ത് ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വന്നിട്ടില്ല. അങ്ങനെ വരേണ്ട കാര്യം. ദൈവം ഉണ്ടെന്ന് മനുഷ്യന്റെ ബുദ്ധി തന്നെ സമ്മതിക്കും. ദൈവമുണ്ട്, പ്രപഞ്ചത്തിന് പിന്നെ ഒരു ശക്തി ഉണ്ടെന്ന് മനുഷ്യ ബുദ്ധി തന്നെ സമ്മതിക്കും. കാരണം അത് മനുഷ്യർ അംഗീകരിക്കുന്ന സംഗതിയാണ്. ആരെങ്കിലും നിരീശ്വരവാദം, നിർമ്മതവാദം, യുക്തി, അത് അവന്റെ യുക്തിക്ക് വാദം പിടിച്ചുകൊണ്ട് സംഭവിച്ചതാ. അവനും ഒരു ഘട്ടത്തിൽ എന്താവും? ഇത് സമ്മതിക്കും. അവന്റെ മനസ്സാക്ഷി സമ്മതിച്ചിട്ടുണ്ട്, അവന്റെ നാവ് സമ്മതിക്കുന്നില്ല എന്നേ ഉള്ളൂ, അവന്റെ തൂലികയും സമ്മതിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പോൾ. അതാണ് വിഷയം. അതുകൊണ്ട് അത് എണ്ണം ശുഷ്കമായി പോകാൻ കാരണം. പക്ഷെ മനുഷ്യന്റെ പൊതുബോധം പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവാണെന്ന് പഠിപ്പിക്കാൻ പ്രവാചകന്മാർ വരില്ല. ആ സൃഷ്ടാവ് ഏകനാണെന്ന് പഠിപ്പിക്കാനും ആ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട നിയമക്രമങ്ങളും ദാർശനിക വശങ്ങളും പഠിപ്പിക്കാനുമാണ് പ്രവാചകന്മാർ വരിക. അതുകൊണ്ട് ഇവിടെ തന്നെ വളരെ ഇവിടെ മനുഷ്യരുടെ മുമ്പിൽ അള്ളാഹുവിലുള്ള വിശ്വസിക്കണം എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ ഈ പ്രയോഗം നിങ്ങൾ നോക്കൂ. വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവിൻ. അല്ലദീ, ഏതാണ് ഈ അള്ളാഹു? തസാഅലൂന ബിഹി, അവനെ മുൻനിർത്തിയാണ് നിങ്ങൾ പരസ്പരം അവകാശങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എനിക്ക് തരാനുള്ള തരണം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ എനിക്ക് തരണം, അല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ അങ്ങനെ പറയല്ല എന്നൊക്കെ പറയുമ്പോൾ ആ പ്രയോഗം തന്നെ ഒരു ദൈവത്തെ മുൻനിർത്തി സംസാരിക്കുന്ന ഒരു രീതിയാണ്. ആ രീതി വെച്ചുകൊണ്ട് പറയാം, നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും തസാഅലൂന, ദൈവത്തെ മുൻനിർത്തി നിങ്ങൾ അവകാശങ്ങൾ ചോദിക്കുന്നു എങ്കിൽ ആ ദൈവമാണ് ഈ അള്ളാഹു. ആ പ്രപഞ്ചനാഥനെ നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കണം. വല്ലർഹാം, ആ അള്ളാഹുവിനെ നിങ്ങൾ നേരെ ചൊവ്വേ അവന്റെ വിധിവിലക്ക് ജീവിക്കുന്നതോടൊപ്പം അതുപോലെ തന്നെ നിങ്ങൾ കെട്ടുപോകാതെ, അറ്റുപോകാതെ, ഒരിക്കലും അറ്റുപോകാതെ സൂക്ഷിക്കണം. ഏതിനെ? വൽ അർഹാം, കുടുംബ ബന്ധത്തെയും. ഇതിന്റെ ഒരു പ്രത്യേകത, ഇസ്ലാമിന്റെ രീതി അങ്ങനെ. മനുഷ്യനും സൃഷ്ടിച്ച നാഥനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതിനെ ശക്തിപ്പെടുത്താനുള്ള ഉത്ബോധനവും അതിനുള്ള മർമ്മങ്ങളും കർമ്മങ്ങളും ഇബാദാത്തുകളും പഠിപ്പിക്കുന്ന ഇസ്ലാം, അത് കഴിഞ്ഞാൽ ഉടനെ മനുഷ്യനും മനുഷ്യന്റെ ബന്ധത്തെക്കുറിച്ച് പഠിപ്പിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരുപാട് തെളിവുകളുണ്ട്. നമസ്കാരം അള്ളാഹുവുള്ള ബന്ധം ദൃഢീകരിക്കല, ഇസ്ലാമിലെ അതിപ്രധാന ആരാധന. അടുത്ത ആരാധന സക്കാത്ത്, അത് മനുഷ്യനും മനുഷ്യന്റെ ബന്ധം ദൃഢീകരിക്കല. ഇസ്ലാമിന്റെ ക്രമം അങ്ങനെ. വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ നാഥൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. വഖലാ റബ്ബുക, നിങ്ങളുടെ നാഥൻ നിങ്ങളോട് വിധിച്ചിരിക്കുന്നു. അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കണം. അപ്പൊ അള്ളാഹുമായുള്ള ബന്ധം ദൃഢീകരിക്കാൻ പഠിപ്പിച്ചു. തൊട്ടുടനെ
വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനിൽ വർത്തിക്കണം, നന്മയിൽ വർത്തിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആദ്യ ബന്ധം അള്ളാഹുമായുള്ള ബന്ധം ദൃഢീകരിക്കാൻ പറഞ്ഞിട്ട് തൊട്ടടുത്ത ബന്ധം മനുഷ്യന്റെ ബന്ധത്തിൽ ആദ്യ പാദം കുടുംബമാണ്. അതിൽ തന്നെ മാതാപിതാക്കളാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മാതാപിതാക്കൾ, ഭാര്യ, ഭർത്തൃ, മാതാപിതാക്കളും മക്കളും, അടുത്ത കുടുംബം, അകന്ന കുടുംബം, അടുത്ത അയൽപ്പക്കം, അകന്ന അയൽപ്പക്കം, സമൂഹത്തിലെ അങ്ങനെ അങ്ങ് നീണ്ടു പോകുന്നൊരു പട്ടിക ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനുഷ്യനുമായുള്ള ബന്ധത്തിന്റെ വിശാല തലമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം വത്തഖുല്ല, നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കണം. അല്ലദീ തസാഅലൂന, ആ അള്ളാഹുവിനെ മുൻനിർത്തിയാണ്, തസാഅലൂന ബിഹി, ആ അള്ളാഹുവിനെ മുൻനിർത്തിയാണ് നിങ്ങൾ പരസ്പര അവകാശങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ മുൻനിർത്തി സംസാരിക്കുമ്പോൾ ആ ദൈവം ഏതോ അത് തന്നെയാണ് അള്ളാഹ്. ആ അള്ളാഹുവിനെ, നിങ്ങളുടെ നാഥൻ, അവനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് മുഴുവൻ മനുഷ്യരോടും പറയാം. അവരിൽ നിന്ന് അന്യവൽക്കരിക്കാതെ അവരിലേക്ക് ചേർത്ത് നിർത്തി അവരുടെ പ്രയോഗത്തിലുള്ള ഒരു ദൈവം നമ്പുരാൻ, ആ ദൈവം ഈ ദൈവം തന്നെയാണ്, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവവുമായി നിങ്ങൾ നേരായ ബന്ധം സ്ഥാപിക്കണം. വത്തഖുല്ല എന്ന് പഠിപ്പിച്ച ഉടനെ അതേ വത്തഖുല്ല എന്ന ആ സൂക്ഷിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം, സൂക്ഷിക്കണം, പാലിക്കണം എന്ന ആ പ്രയോഗം തന്നെ അതുമായി ബന്ധപ്പെടുത്തി വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ പാലിക്കണം. അള്ളാഹുമായുള്ള ബന്ധം എവിധം നിങ്ങൾ ദൃഢീകരിക്കണം എന്നാണോ പറഞ്ഞത്, അതിൽ എത്രമേൽ സൂക്ഷ്മത പാലിച്ചു പോകണം എന്നാണോ, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ പാലിക്കണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രംഗത്തൊക്കെ നമുക്ക് കാണാൻ ഏറ്റവും വലിയ ഒരു തെളിവ് അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ നിർദ്ദേശം കൊടുത്ത ഇസ്ലാം അത് കഴിഞ്ഞ് മനുഷ്യനുമായുള്ള ബന്ധം നിലനിർത്താനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗം കുടുംബമാണ്, കുടുംബത്തിൽ മാതാപിതാക്കളാണ്, അങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ. അതുപോലെ തന്നെ സമൂഹം, കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമൂഹമാണ്. നമസ്കാരം, സക്കാത്ത്, അവിടെ ആ ക്രമം കാണാം. അള്ളാഹുവിൻ്റെ വിധിവിലക്ക് പാലിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാൻ വർത്തിക്കുക, അവിടെ ആ ക്രമം കാണാം. ഇവിടെ വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും അറ്റുപോകാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നിടത്ത് ഈ ക്രമം കാണാം. ഇത് വല്ലാത്തൊരു ക്രമമാണ്. അതിൽ കുടുംബം എന്നതിന് കൊടുക്കുന്ന പ്രാധാന്യം വലിയ ഒരു സംഗതിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. റഹം എന്ന് പറഞ്ഞാൽ, റഹിം എന്ന് പറഞ്ഞാൽ ഗർഭാശയം എന്ന സ്ത്രീകൾ, അതിൽ നിന്നാണല്ലോ ഈ ബന്ധങ്ങൾ തുടരുന്നത്. ആദം ഹൗവ, അവരുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതേ പ്രയോഗം തന്നെയാണ് അർഹാം, കുടുംബ ബന്ധങ്ങളെ കാണിക്കാൻ വേണ്ടി അതേ പ്രയോഗം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് റഹ്മത്ത്, കാരുണ്യം. ഈ പദക്ക് വലിയ ബന്ധങ്ങളുണ്ട്. അപ്പോൾ കുടുംബ ബന്ധം, ഗർഭപാത്രവുമായി ബന്ധപ്പെടുന്ന ആ രക്തബന്ധം എന്ന് പറയുന്ന ബന്ധത്തിന്റെ പവിത്രത, രക്തത്തിൽ നിന്ന് രക്തവും പോഷകാംശങ്ങളും ഓക്സിജനും ഊറ്റിയെടുത്ത് ഗർഭപാത്രത്തിനകത്ത് വളർന്നു വരുന്ന മനുഷ്യൻ, അങ്ങനെയാണ് മനുഷ്യന്റെ എല്ലാം വരവ്. അപ്പൊ നമ്മുടെ രക്തബന്ധം അത് പവിത്രമാണ്. മാതാപിതാക്കൾ, മക്കൾ, അങ്ങനെ രക്തബന്ധം പോലെ പവിത്രമാണ് കുടുംബ ബന്ധത്തിൽ ഇസ്ലാം പരിഗണിക്കുന്ന രണ്ടാമത് പാർട്ടായിട്ടുള്ള വിവാഹബന്ധം. ഇപ്പൊ രക്തബന്ധവും വൈവാഹിക ബന്ധവും അത് ചേരുന്ന ഒരു കുടുംബമുണ്ട്. അത് വലിയ വില ഇസ്ലാം കൽപ്പിക്കുന്നത്. അത് വിശദീകരിച്ച് തന്നെ പറയേണ്ടതാ, നമ്മൾ ചുരുക്കി ഇങ്ങനെ മനസ്സിലാക്കാം. രക്തബന്ധത്തിലൂടെ വരുന്ന കുടുംബം, വൈവാഹിക ബന്ധത്തിലൂടെ വരുന്ന കുടുംബം, രണ്ടിനും തുല്യസ്ഥാനവും പരിഗണനയുമാണ് കൊടുത്തിരിക്കുന്നത്. ബന്ധത്തിന്റെ ഊഷ്മളതയിലായി പറഞ്ഞത്, ആദരവിലും ബഹുമാനത്തിലും ഒത്തുജീവത്തിലും പങ്കുവെപ്പിലുമാണ് ഈ പറഞ്ഞത്. അതിനെ അറ്റുപോകാതെ സൂക്ഷിക്കണം. അതാണ് ഇവിടുത്തെ ഉത്ബോധനം. വത്തഖുൽ അർഹാം, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബ ബന്ധം അറ്റുപോകാതെയും സൂക്ഷിക്കണം. രണ്ടിനും ഒരേ വത്തഖു ആണ് പ്രയോഗിച്ചത്. വത്തഖുൽ അർഹാം, ആ ഭാഷാ പ്രയോഗത്തിൽ അങ്ങനെയാണ്. ഇവിടെ വൽ അർഹാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കുടുംബബന്ധം അറ്റുപോകാതെ സൂക്ഷിക്കണം എന്ന് വത്തഖു എന്ന പ്രയോഗത്തിലേക്ക്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ അതേ പ്രയോഗം, അതേ ശാസനയുമായി ബന്ധപ്പെടുത്തി കുടുംബബന്ധത്തെയും പാലിക്കാൻ പറഞ്ഞു. ഒരു തിരുവചനമുണ്ട്, കുടുംബബന്ധം അള്ളാഹുവിനോട് പരാതി പറഞ്ഞത്രേ. കുടുംബബന്ധം അള്ളാഹുവിന്റെ അർശിന് മുമ്പിൽ ഹാജരായി എന്നാ. ഇതൊരു നമ്മുടെ മുമ്പിൽ വിഷയം പഠിപ്പിക്കാനുള്ള സാങ്കല്പികമായ അവതരണങ്ങളാണ്. അങ്ങനെയൊക്കെ ബോധന രംഗത്ത്, ഈ ടീച്ചിങ് മെത്തേഡിൽ അങ്ങനെയൊക്കെ രീതി സ്വീകരിക്കും. റസൂൽ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ. അതായത് കുടുംബബന്ധം ഒരാളും ചെന്ന് പോയി പറഞ്ഞു എന്നതിനർത്ഥമില്ല. കുടുംബബന്ധം അള്ളാഹുവിന്റെ അർശിന് മുമ്പിൽ ചെന്നു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, നിന്റെ മനോഗത ഞാൻ അറിയുന്നു, നിന്നെ ചേർക്കുന്നവരെ ഞാനുമായി ചേർക്കും, നിന്നെ വിച്ഛേദിക്കുന്നവരെ അവരുമായുള്ള ബന്ധം ഞാനും വിച്ഛേദിക്കും എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പോൾ കുടുംബബന്ധം ചേർക്കുന്നവരെ അള്ളാഹ് ചേർക്കും, കുടുംബബന്ധം മുറിക്കുന്നവരെ അള്ളാഹ് മുറിക്കുന്ന. ഇത് ഗർഭപാത്രത്തിന്, കുടുംബബന്ധത്തിന് അള്ളാഹ് ഇങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ട് എന്നാ. അപ്പൊ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന ഹദീസാണ്. കുടുംബബന്ധം ചേർക്കുന്നവരെ അള്ളാഹു ചേർത്ത് നിർത്തും,
കുടുംബബന്ധം മുറിക്കുന്നവരെ അള്ളാഹു മുറിച്ചു കളയും, അള്ളാഹു ബന്ധം വിച്ഛേദിക്കും. അള്ളാഹിന്റെ അർശുമായി നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. നമ്മുടെ കുടുംബങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോയാൽ. അള്ളാഹുവിന്റെ അർശുമായി അകലേണ്ടി വരും കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ വേർതിരിഞ്ഞു പോയാൽ. അള്ളാഹുവിന്റെ അർശിന്റെ സമീപത്ത് ഇരിക്കാൻ കഴിയുന്ന സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ടാകും മഹ്ശറിൽ. 7 കൂട്ടരെ കുറിച്ച് പറഞ്ഞു, അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ നാളിൽ 7 കൂട്ടർക്ക് തണൽ കൊള്ളാൻ കഴിയും. അള്ളാഹിന്റെ അർശിന് ചുറ്റും, അള്ളാഹുവിന്റെ അർശിന്റെ സിംഹാസന തണൽ എന്ന് പറഞ്ഞാൽ ആ തണലുമായി, ആ സിംഹാസനവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരെ പരിചയപ്പെടുന്നിടത്ത് ഈ ഹദീസ് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വല്ലാത്ത ബന്ധം, കുടുംബ ബന്ധം, മനുഷ്യന്റെ ബന്ധത്തിന്റെ ആദ്യ പാദമാണ് ഈ പറയുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ പറയുമ്പോൾ റഖീബ് അതീത് നമ്മുടെ പ്രയോഗം, മലക്കുടെ പേര് റഖീബ്, നിരീക്ഷിക്കുന്നവൻ, സൂപ്പർവൈസർ. അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണെന്ന് ഇന്ന നിശ്ചയം എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, കുടുംബ ബന്ധവും സൂക്ഷിക്കുക. മനുഷ്യർ ഒന്നാണ്. നിങ്ങളൊരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ്. ആ പിതാവിൽ നിന്നാണ് മാതാവ്, അതിൽ നിന്നാണ് നിങ്ങൾ എല്ലാവരും. അതുകൊണ്ട് മാനുഷികമായ ബന്ധവും പാലിക്കുക. ഈ ബന്ധങ്ങൾ നിങ്ങൾ ശരിയായി പാലിക്കുന്നുണ്ടോ ഇല്ലെന്ന് അള്ളാഹ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന താക്കീതാണ്, വഴീതാണ്. ഈ 3 സംഗതിയുമായിട്ട് ബന്ധമുണ്ട്. ഒന്ന്, നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുമായുള്ള ബന്ധം യഥാവിധി പാലിച്ച് അവന്റെ വിധിവിലക്ക് പാലിക്കുക, സൂക്ഷിച്ച്. രണ്ടാമതായി നിങ്ങളുടെ കുടുംബ ബന്ധം, നിങ്ങളുടെ കുടുംബം, അതാണല്ലോ നമ്മളുമായി അടുത്ത് നിൽക്കുന്ന മനുഷ്യബന്ധത്തിൽ ആദ്യത്തെ ബന്ധം. അതിൽ ബന്ധങ്ങൾ അറ്റുപോകാതെ സൂക്ഷിക്കുക. മൂന്നാമത്, നിങ്ങളെല്ലാം ഒരു പിതാവിൽ നിന്നാണ്, മാതാവിൽ നിന്നാണ്. ആ പിതാവിൽ നിന്നാണ് മാതാവ്. നിങ്ങൾ മനുഷ്യരെല്ലാവരും ഒന്നാണ്, മനുഷ്യജാതി എന്ന നിലക്ക് നിങ്ങളുടെ മാനുഷികമായ ബന്ധങ്ങൾ, ഇതൊക്കെ നിങ്ങൾ നേരെ ചൊവ്വേ പാലിക്കുന്നത് അള്ളാഹ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ നിങ്ങൾ അള്ളാഹുമായുള്ള ബന്ധത്തിൽ വിധിവിലക്കുകൾ പാലിക്കാതെ, നിങ്ങളും കുടുംബമായുള്ള ബന്ധത്തിൽ നിങ്ങൾ അതിന്റെ സാമാന്യ മര്യാദ പാലിക്കാതെ, ജനങ്ങളുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ മാനുഷികമായ ബന്ധങ്ങൾ പരിഗണിക്കാതെ പോയാൽ അള്ളാഹ് കൈകാര്യം ചെയ്യുമെന്നാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞ വലിയ വഴീദ്, ഇൻസാർ, മുന്നറിയിപ്പാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽനോട്ടക്കാരനായി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ആശ്വാസവചനമല്ല. അവൻ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വരുന്ന വീഴ്ച നിങ്ങൾക്ക് വലിയ ദുരന്തമായിട്ട് മാറും എന്ന ഇൻസാറാണ്, മുന്നറിയിപ്പാണ്, വഴീദാണ്, തഹ്ദീർ ആണ്, ജാഗ്രത എന്ന അറിയിപ്പാണ് ഈ ആയത്തിന്റെ അവസാന വാക്യം, സമാപന വാക്യം എന്ന് മുഫസ്സിറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഒന്ന്, നമ്മുടെ നാഥനുമായുള്ള ബന്ധം ദൃഢീകരിക്കുക, അതിലൊരു വിഷയവും വരാതെ, ഒരു വിള്ളലും വരാതെ മുന്നോട്ട് പോവുക. 2, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധവും വൈവാഹിക ബന്ധവും, അതിനെ ശരിക്കും പാലിക്കുക. മൂന്നാമത്തേത്, മനുഷ്യർ നിലക്ക് മനുഷ്യരോടുള്ള മാനുഷിക ബന്ധം, അത് അടുത്ത അയൽപ്പക്കം മുതൽ അങ്ങ് തുടങ്ങുന്ന സഹോദര സമുദായങ്ങൾ വരെയുള്ള ആ മാനുഷിക ബന്ധം. ഈ 3 ബന്ധത്തിലും നമുക്ക് വീഴ്ച വരുന്നെങ്കിൽ അള്ളാഹു നമ്മോട് പൊറുക്കില്ല. അതിനെക്കുറിച്ച് ശക്തമായ ഊന്നലും പഠിപ്പിക്കലും അതിൽ വരുന്ന വീഴ്ചക്കുള്ള വല്ലാത്ത താക്കീതും ഉൾക്കൊള്ളുന്ന ആയത്താണ് സൂറ അൻ-നിസായിലെ 1-ാമത്തെ സൂക്തം. നമ്മളിന്ന് ഈ സൂറയുടെ ഒരു പ്രിഫേസ്, അതിൻ്റെ ഒരു അവതാരിക, നിങ്ങളുടെ മുഖവുരയും ഈ 1-ാമത്തെ ആയത്തിൻ്റെ വിശാലമായ അതിൻ്റെ ഊന്നൽ മേഖലയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദനമായിട്ട് വെച്ചത്. അത്രയും അവിടെ നിൽക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി നമ്മുടെ ഈ ശ്രമങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ പഠനം നമുക്ക് സഹായകരമാകുമാറാവട്ടെ. അവനുമായുള്ള ബന്ധം ദൃഢീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് അവൻ്റെ വിധിവിലക്കുകളുടെ മർമ്മവും അതിൻ്റെ ഊന്നലും അറിയാത്തത് കൊണ്ട് വല്ല വീഴ്ചയും സംഭവിച്ചു പോയെങ്കിൽ പടച്ചവൻ നമുക്കത് വിട്ടുപുറത്ത് മാപ്പാകത്തിരുമാറാവട്ടെ. അള്ളാഹുമായുള്ള ബന്ധം യഥാവിധി ഊട്ടിയുറപ്പിച്ച് അവസാന നിമിഷം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ രക്തബന്ധുക്കളെയും കുടുംബ ബന്ധത്തെയും നമ്മുടെ വൈവാഹിക ബന്ധത്തെയും എല്ലാം യഥാവിധി പരിഗണിക്കാനും പാലിക്കാനും, ബന്ധങ്ങൾ അറ്റുപോകാതെ കൊണ്ട് നടക്കാനും അള്ളാഹു നമുക്ക് സന്മനസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബന്ധങ്ങൾ യഥാവിധി ഊഷ്മളമല്ലെങ്കിൽ അത് പുതുക്കാനും വിളക്കി ചേർക്കാനും, അവരുമായി ഊഷ്മള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് മുക്തരാകാനും അള്ളാഹു നമുക്ക് ഹൃദയ വിശാലത പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി ഈ ആയത്തിൽ പഠിപ്പിച്ചതുപോലെ മുഴുവൻ മനുഷ്യരെയും മനുഷ്യരായി ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാൻ,
അവരെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, അള്ളാഹു ആദരിച്ച അള്ളാഹുവിന്റെ അടിയാറുകളെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ കഴിയുന്ന ഇൻഷിറാഹുൽ ഖൽബ്, ഹൃദയ വിശാലത അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ബന്ധങ്ങളെല്ലാം നമുക്ക് വന്ന വീഴ്ചകൾ അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ ബന്ധങ്ങളെ യഥാവിധി പരിഗണിക്കാനും പാലിക്കാനും കഴിയുന്ന ഇസ്ലാമികമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും കരുത്തും ഉൾക്കാഴ്ചയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മൾ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. ഇനിയും ഒന്നിച്ചുകൂടാനും കണ്ടുമുട്ടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലും നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا من لدنك رحمة وهيئ لنا من امرنا رشدا. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.